ആ രാത്രി വണ്ടി അരമണിക്കൂർ വൈകി കൊങ്കൺ പാതയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതാഭിലാഷങ്ങൾ കണക്കെ അനന്തമായി നീളുന്ന പാളങ്ങളിലൂടെ. പാട്ടുകളുണ്ട്. നീ തന്നെ ഇടയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സഹോദരൻ സഹോദരിക്ക് വീട്ടില് കളിയിലും കളത്തിനും പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞു കൊടുത്തില്ലല്ലോ. കൊടുക്കാനും പറ്റില്ല. ചേച്ചി പാടുന്നെങ്കിൽ പാട്, ഇല്ലെങ്കിൽ പാസ്. ചൈനീസിലെങ്ങാനും വല്ല പാട്ടം കിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയ ദേവികെ? അതെ, ഡയലോഗ് കുറച്ച് തോന്നുന്നത് സമ്മതിക്കട്ടോ. എങ്കിൽ പിന്നെ നീ പാട്, ഞാൻ തോൽവി സമ്മതിച്ചു. ഞാൻ എപ്പോഴേ തോറ്റു. ജോജോ സംഗീത ശിരോമണി ഒന്ന് പാടിയാട്ടെ. പാടാലോ. അല്ല ശരിക്കും അതെ, തോന്നുന്നത് സമ്മതിച്ചു കൊടുക്കാം. തോൽക്കാനോ? ഞാനോ? ഞാൻ നിങ്ങളുടെ മുന്നിൽ തോൽക്കണോ അല്ലേ? അത് ഒരാക്ഷരത്തിലുള്ള പാട്ട് കിട്ടാം. നിങ്ങൾക്ക് രാവത്തൊരു പാട്ട് പാടി തന്നാ പോലെ. എന്നാ പിടിച്ചോ. എന്താ മാമ? ഇതൊരു സംഗീത ക്ലബ് അല്ല. പലതരത്തിലുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു തീവണ്ടിയാ. തീ തിന്നുന്നവരും തീ പിടിച്ചോടുന്നവരും പല അവസ്ഥയിലുമുള്ളവർ ഇതിനകത്തുണ്ടെന്ന തോന്നൽ വേണം. വിനോദിക്കുമ്പോഴും വിനോദമാണ് പോലും. അതെ മാഷേ, ഞങ്ങളിവിടെ ആറ്റം പോകുമ്പൊന്നും പൊട്ടിച്ചില്ലല്ലോ. ഒരു പാട്ടല്ലേ പാടിയുള്ളൂ. അതിനാണ് എന്റെ അച്ഛോ. ജോജോ വേണ്ട, മതി. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ? മറ്റുള്ളവർ നമ്മുടെ കാര്യം നോക്കണ്ടേ? അങ്ങനെയൊക്കെ സംഗീതം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ നമ്മൾ സംഗീതത്തെ വെറുക്കണമെന്ന്. ഇനിയിപ്പോ അയാൾക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ നമ്മളത് കഴിക്കാൻ പാടില്ലെന്നാണ്. എങ്ങനെയായാലും എന്നെ കൊണ്ട് പറ്റില്ല. സംഗീതം ഇല്ലാതെ മട്ടൻ ബിരിയാണി ഇല്ലാതെ ജീവിക്കാൻ. എന്താ മനുഷ്യർക്ക് കൂടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ? അതെ, ഇതിവിടെ പറ്റിയാട്ടോ. ഈ അടുത്ത് ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നു. ജോജോ ഒന്നും മിണ്ടാതി. ആറ് എഴുതിയാട്ടെ, ഈ ജോജോ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞൊന്നല്ല, കലിപ്പോട്ട് പറഞ്ഞ തന്നെ. എവിടെ ഉണ്ടാവും ഇതുപോലുള്ള കുറെ രസകൂലികള്? നമ്മള് ആരെങ്കിലും മരിച്ചിട്ട് വിലാപയാത്ര പോകുന്നില്ലല്ലോ, മൗനായിട്ട് പോകാൻ വീട്ടിൽ പോകുന്നതല്ലേ. ഏത് യാത്രയും വിലാപയാത്രയാകാൻ അധിക സമയമൊന്നും വേണ്ട. ഏതൊരു വീടും മരണ വീടാകാൻ. വിഷയം വിട്ടേ. ഇവിടെ കളിയുടെ രസത്തിൽ നമ്മുടെ ശബ്ദം വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് കേൾക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കധികം ശബ്ദമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കളികൾ എന്തെങ്കിലും കളിക്കാം. അതായത് മൈം കളിക്കാം. നമ്മളൊരാൾക്കൊരു പേര് പറഞ്ഞു കൊടുക്കും. അയാളൊന്ന് മിണ്ടാതെ ആക്ഷനിലൂടെ മാത്രം മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. അത് നല്ല കളിയാണെന്ന് ചേച്ചി പറഞ്ഞ പോലെ പുള്ളിക്കാരനെ പിടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ എഞ്ചി കളിക്കാനാ. ഞാനൊരു കളിക്കും, എന്റെ മൂഡ് പോയി. നീ ഇങ്ങനെ പിണങ്ങല്ലേ ബ്രോ? സാറിനെ പഠിപ്പിക്കാൻ തോന്നുന്നു. ജീവിതത്തിൽ എത്ര പേരും സ്നേഹത്തോടും സന്തോഷത്തോടും ഇരിക്കാൻ പറ്റുന്നു? അത് തന്നെയാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഞങ്ങൾ ആരും പരസ്പരം മുൻപരിചയമുള്ളവരല്ല. യാത്രക്കിടയിൽ പരിചയപ്പെട്ടു, ഉള്ള നേരം സ്നേഹത്തോടും സന്തോഷത്തോടും യാത്ര ചെയ്ത് ഓരോരുത്തരുടെയും ശേഷം വരുമ്പോൾ ഇറങ്ങിപ്പോകും. പക്ഷേ സാർ എത്രയോ നേരമായി ഞങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. ഈ ജീവിതവും ഒരു തീവണ്ടി യാത്ര പോലെയാണല്ലോ. യാത്ര അവസാനിക്കുന്നതും വരെ ജീവിതം എങ്ങനെ സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും ചെലവിടാമെന്ന് തന്നെയാണ് പ്രധാനം. സോറി, സാർ ഒരു എഴുത്തുകാരനാ തോന്നിയോണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞു. ആരെഴുത്തുകാരൻ? ഞാനോ? വീട്ടിലേക്കുള്ള പരവഞ്ചന കുറിപ്പെഴുതാനും ആത്മഹത്യ കുറിപ്പെഴുതാനും ഒരാൾ എഴുത്തുകാരനാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ആത്മഹത്യാ കുറിപ്പിനും
ഇന്ന് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല. എഴുത്തുകാരനാണ് പോലും. ഉടനെ 2 കയ്യും കാലും കെട്ടി വെച്ച് ഇറങ്ങിക്കോളും ഓരോരുത്തന്മാര് ഉപദേശികള്. ഇത് കിളിപോയ കേസാട്ടോ. അല്ല, ഞാൻ ആലോചിക്കണതല്ല. അടുത്ത സ്റ്റേഷനിൽ അപ്പോഴും ചേച്ചി ഞാനും ഇറങ്ങും. അത് കഴിഞ്ഞാ നീ ഇതൊറ്റയ്ക്ക് സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോ സങ്കടമുണ്ട് ബ്രോ. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. എന്നാലൊരു കാര്യം ചെയ്യും, മച്ചാൻ കാർവാർ ഇറങ്ങാതെ എന്നോടൊപ്പം നേരെ കാഞ്ഞങ്ങാട്ടേക്ക് പോരെ. അയ്യോ, എനിക്ക് പെട്ടെന്ന് തന്നെ മുംബൈക്ക് തിരിക്കാണോ? അതെ, ഇനി ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഫ്രീ ആണെങ്കിൽ ഇറങ്ങണം. അപ്പോട്ടിന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ കയ്യില്. അതെ, ഒന്നാം നല്ല ഗോവൻ വിഭവങ്ങൾ കഴിക്കാം. ഒന്നാം തരം ക്യാഷ് വിടാ. നോക്കട്ടെ, ഇതൊരിക്കലാവാ അല്ലേ ബ്രോ? പിന്നെ നമ്മൾ ഈ കൊങ്കൺ പാതയിലെ സ്ഥിര യാത്രക്കാരിലടാ. എത്ര പെട്ടെന്നാണ് സൗഹൃദങ്ങൾ പൂവിടുന്നത്. പെട്ടെന്ന് പൂവിടുന്ന സൗഹൃദങ്ങളും തല്ലിക്കൊഴിക്കുന്ന ബന്ധങ്ങളും പുതിയ കാലത്ത് ഒരു രസക്കാഴ്ച തന്നെയാന്ന്. ഒന്ന് പെടുത്തേച്ച് വരുമ്പോഴേക്കും അതുവരെയുള്ള ലോകം തന്നെ മാറിപ്പോകാറുണ്ട്. പിന്നെയാ തീവണ്ടി മുറിയിലെ സൗഹൃദങ്ങൾ. ഭയങ്കരം. എല്ലാ കാര്യത്തിലും ഇങ്ങനെ വൃത്തികെട്ട മീനും കണ്ടെത്താൻ കഴിയുന്നത് വല്ലാത്തൊരു സ്ഥിതിയാണ് എൻ്റെ ചോ. സമ്മതിച്ചു ഞാൻ പുള്ളിക്കാരനെ. ഇങ്ങനെയുള്ളവരുടെ ചുറ്റുപാടും വല്ലാത്തൊരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലേ ആ പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പ് നല്ലൊരു അടിപൊളി പാട്ട് പാടിയിട്ട് ഇവിടുത്തെ ആ നെഗറ്റീവ് എനർജി അങ്ങ് തൂത്ത് തുറച്ച് മാറ്റിക്കളയാം. പിന്നെ ഈ പാട്ടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന് അതിൻ്റെതായ ഒരു ഇതല്ലാതെ വേറൊരു ഇതും ഇല്ലെന്നാ. അപ്പോ 1 2 3 ചുറ്റും കാറ്റേ കൊതിച്ചുപ്പും കാറ്റേ ചിഞ്ചകചക്കം ചക്കം ചിഞ്ചകചക്കം മാണിത്തുമ്പപ്പൂവിൻ തേനും തായോ ചിഞ്ചകചക്കം ചക്കം ചിഞ്ചകചക്കം ഓലോലം തോടിച്ചു പാടാം ഓലക്കം മതിച്ചൊന്നാടാം മാണിക്യ ചിറകിലേറാം മാമ്പൂവും തിരഞ്ഞു പാറാം മനസ്സിനൊരുത്സവമല്ലേ മതിമറന്നേറുകയല്ലേ അക്കരെ നിക്കണ ചക്കര മാവിലൊരുത്തിരി മുത്തണി മുന്തിരി മണിയുടെ ഇങ്ങനെ കെട്ടിയ ചെറു ചെറു കനവുകൾ കൂട് തുറന്നു പറന്നിടും ചെറുകടി പടകവും ഇളകിയ ബഹളവും ഒരു ചെറു കലകവും അതിലൊരു മധുരവും അതുവഴി ഇതുവഴി പല വഴി പരതി ഒടുവില് കലതുരച്ച് ചെറിയ പറവകളായി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പോയ പുള്ളിക്കാരനെ കാണാനില്ലല്ലോ. ഇനി ബാത്റൂമിലെ കാര്യം ഉറങ്ങിപ്പോയോ? അതിനയാൾ ബാത്റൂമിലാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ നിന്നോട് മാറിയിരിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചു. മാറിയിരിക്കാനാണെങ്കിൽ ഈ ഡയറി പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് പോകണം. ശരിയാ, അയാളുടെ ബാഗ് ഇവിടെ ഇരിക്കുക. ശരിയാ, ആ ട്രങ്ക് പൊട്ടി കണ്ടാലറിയാം ആളൊരു കൂതറയാണെന്ന്. പ്രായമായ ആളാ. ഇനി വല്ല അപകടം പറ്റിക്കണോ ഈ ഡോർ സൈഡിലോ മറ്റോ നിൽക്കുമ്പോ? പറയാൻ പറ്റില്ല. ഈ കൊങ്കൺ പാതയില് ടണലുകളും പാലങ്ങളും കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പ്രഷർ വന്ന് താഴെ വീണ് പോകാൻ ചാൻസ് കൂടുതലാണ്. സംഭവം വീണ് പോയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. എന്തൊക്കെയായിരുന്നു ക്ഷോഭം, ക്രോധം, പ്രതിഷേധം, കുറിപ്പെഴുത്ത്. എന്നിട്ടിപ്പ എന്തായി? പവനായി. അയാളൊരു Kapi, 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 ജോജോ! kapi, kapi, kapi. ജോജോ, അയാൾ എവിടെയും കാണുന്നില്ല. ഒരു 2 ബോയ്ക്ക് അപ്പുറത്തേക്ക് കമ്പാർട്ട്മെന്റിൽ സ്റ്റേഷനില്ല. അപ്പൊ നമ്മള് പറഞ്ഞേ സംഭവം വീണ് പോയടാ. നീ എത്ര നിസ്സാരമായിട്ടായി പറയുന്നേ? പിന്നെ ഞാൻ എന്താ വേണ്ട പൊട്ടിക്കറിയണോ? എടാ, കുറച്ചു മുമ്പ് അയാൾ നമ്മളെ ആക്കി ആക്കല് ചെറുതൊന്നുമല്ല. നിന്നല്ലോ എന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. എന്നാലും
കുള്ള സ്റ്റേഷൻ തൊട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ലടാ. ഒരു ദിവസം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, വെറുപ്പോടെ ആണെങ്കിൽ നമ്മളോട് സംസാരിച്ചിരുന്ന ഒരു മനുഷ്യൻ. എടാ, ആ നിലയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തത്. ഇനി വേണമെങ്കിൽ ട്രെയിൻ നിർത്തുമ്പോഴേ ബ്രേക്ക് വലിച്ചെന്ന് റെയിൽവേ ഗാർഡിനോടോ പോലീസിനോടോ വിവരം പറഞ്ഞേക്കാം. എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഉണ്ട്, ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് ഇതിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാ അപ്പോൾ എന്തോ പറഞ്ഞതിന് മറുപടി ആയിട്ട് അയാൾ പറഞ്ഞത്. ഇനി ഒരു പക്ഷേ അയാൾ ഇത് എഴുതിക്കൊണ്ടിരുന്ന ആത്മഹത്യാ കുറിപ്പായിരിക്കുമോ? അതെ, എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, നീ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. അതെ, സ്റ്റേഷൻ എടുക്കാറായി. നേരെ ഫ്രണ്ടിലോട്ട് നടന്നാലേ കറക്റ്റ് എൻട്രൻസിൽ ഇറങ്ങാം. അപ്പൊ ശരിയടാ, നീ മുംബൈ വരുമ്പോ വിളിക്കുക കേട്ടോ. ഓക്കേടാ. കിളവന്റെ കാര്യം നീ അങ്ങ് കളയി. ശരി, ഓക്കെ, കാണാം. അപ്പോട്ടോ പെട്ടി എടുത്തോളൂ. വീട്ടിലേക്കുള്ള ബലബന്ധനക്കുറിപ്പ് എഴുതാനും ആത്മഹത്യാക്കുറിപ്പ് എഴുതാനും ഒരാൾ എഴുത്തുകാരനാവേണ്ട കാര്യമൊന്നുമില്ല. ഒരാത്മഹത്യാക്കുറിപ്പിനും ഇതുവരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും എൻ്റെ ജീവിതം വായിക്കാൻ ഇടവരുമെന്ന തോന്നലിലാണ് നാണപ്പ എന്ന ഞാൻ ഈ ഡയറി എഴുതി തുടങ്ങുന്നത്. പേനയിൽ ജീവിതം നിറച്ചാണ് ഞാനിത് എഴുതുന്നത്. മഷി തീരുന്നൊരു പേന പോലെ എൻ്റെ ജീവിതം നിലച്ചു പോകുന്നൊരു കാലത്തായിരിക്കാം ഒരുപക്ഷെ ആരെങ്കിലും ഈ കുറിപ്പ് വായിക്കുന്നത്. തിരുവനന്തപുരം സോപാനം അവതരിപ്പിക്കുന്നു സഹയാത്രികന്റെ ഡയറി കുറിപ്പ്. അരങ്ങിൽ നെയ്യാറ്റിൻകര സനൽ, ജോഷി നമ്പിക്കടവിൽ, സജി ചെമ്പൂര്, സുധീർ ശ്രീമൂലനഗരം, ശ്രീദേവി, ദീപാദീപ്തി. നാടകരചന ഹേമന്ത് കുമാർ. ഗാനങ്ങൾ അനിൽ പനച്ചൂരാൻ, രാധാകൃഷ്ണൻ കുന്നുപുറം. സംഗീതം അജയ് സരിഗമ. ആലാപനം MG സുരേഷ്, സുനിൽ മത്തായ്, വീണ പ്രകാശ്. റെക്കോർഡിംഗ് സരിഗമ ഡിജിറ്റൽ ഓച്ചിറ. രംഗപടം വിജയൻ കടമ്പേരി. പശ്ചാത്തല ശബ്ദ നിയന്ത്രണം ഉപേന്ദ്രൻ വടക്കേവിള. പ്രകാശ നിയന്ത്രണം ചെല്ലു കല്ലുവാതുക്കൽ. രംഗക്രമീകരണം കൃഷ്ണൻ ആൻഡ് കൊച്ചുമണി. സ്റ്റിൽസ് വിമൽ വിഴിഞ്ഞം. പരസ്യകല സാബു കമൽ. ശബ്ദവും വെളിച്ചവും സുനിൽ ലയം. ഗതാഗതം അച്ചു സോപാനം. ഓഫീസ് നിർവഹണം കോശി താന്നിമൂട്. വസ്ത്രാലങ്കാരം നൈസ് ഡിസൈനിങ് പട്ടം. നിർമ്മാണം വിക്രം കെ നായർ. നാടക സംവിധാനം രാജീവൻ മമ്മിളി. തൃത്താലപുരം തൃപ്പറ്റാംശം ദേശം അങ്ങാടിത്തല ഗ്രാമത്തിലെ നാണപ്പ സൺ ഓഫ് വേലപ്പ എന്ന ഞാൻ ഒരു നെയ്ത്ത് തൊഴിലാളിയാണ്. ഞാൻ എത്ര കാലമായി നെയ്ത്തിൽ ഏർപ്പെട്ടിട്ട് എന്ന് ഞാൻ ഇതുവരെ കണക്കൂട്ടി നോക്കിയിട്ടില്ല. കാരണം ഞാൻ ജനിച്ചു വീഴുന്നത് തന്നെ പരുത്തിക്കും പട്ടിനും കണിശമായ തറിയുടെ താളത്തിനും സൂചിക്കും നടുവില. എൻ്റെ അച്ഛൻ വേലപ്പ ഇന്ന് പ്രായാധിക്യം കൊണ്ടും അനാരോഗ്യം മൂലവും നെയ്ത്ത് നിർത്തി
ഈശ്വര സാധനയുമായി വിശ്രമ ജീവിതത്തിലാണ്. ഇല്ല, ഒരാളുടെയും കുറ്റം പറയാൻ ഞാനാടല്ല. എങ്കിലും എൻ്റെ തൊട്ടയൽപ്പക്കത്ത് പാർക്കുന്ന ഒരാളെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാനാവില്ലല്ലോ. എൻ്റെ തൊട്ടയൽപ്പക്കത്ത് പാർക്കുന്ന ആ കുഴിമടിയൻ്റെ പേര് താമരാക്ഷൻ എന്നാണ്. എന്നെങ്കിലും രക്ഷിക്കണേ. എന്തോന്ന് നോക്കണത്? നിന്റെ അമ്മായി പെറ്റോന്നറിയാൻ. എൻ്റെ അച്ഛനോട് കലഹിക്കുന്ന താമരാക്ഷൻ പണ്ട് സിനിമാ നടനാവണമെന്ന മോഹവുമായി മദിരാശിയിലേക്ക് വണ്ടി കയറിയ നല്ലൊരു നെയ്ത്തുകാരനാണ്. കഷ്ടകാലത്തിന് അന്നത്തെ സൂപ്പർ സ്റ്റാർ ജയൻ അഭിനയിച്ച ഏതോ ഒരു പടത്തിൽ ഒരാൾക്കൂട്ടത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്ന് അടുത്ത മെയിൻ വേഷത്തിനായി 31 കൊല്ലമായി മറ്റൊരു പണിയും ചെയ്യാതെ കാത്തിരിക്കുന്ന 60-കാരനുമാണ് താമരാക്ഷൻ. മുപ്പത് കൊല്ലമായി ഒരു പണിക്കും പോവാത്ത ഈ സൂപ്പർ സ്റ്റാറിന്റെ കുടുംബം പുലരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മല്ലിക ഓരോ ദിവസവും വെളുപ്പിനെണീറ്റ് വെള്ളയപ്പം ഉണ്ടാക്കി ചന്തയിലെ ചായക്കടകളിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ്. ഇതൊരു ത്യാഗമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വീട്ടിലെ അപ്പമോ ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കാത്ത ഒരു പെണ്ണുങ്ങളുമില്ല. അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു 10-100 എണ്ണം ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നു. അത് പുറത്തുകൊണ്ടേ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു നാണക്കേട് ബാക്കിയുള്ളവർക്കാണെന്ന് മാത്രം. സിനിമാ നടന്റെ ഭാര്യ വെള്ളേപ്പം വിൽക്കുന്നു എന്ന് പറയുമ്പോ ഒരു സിനിമാ നടൻ. പിന്നെ തടവറ സിനിമയിൽ തല്ലസീൽ അഭിനയിച്ചത് ഇങ്ങനെ അപ്പൂപ്പനായിരുന്നു. ഹൃദ്രോഗി കൂടിയായ മല്ലിക ഭർത്താവിനെയും മകനെയും കഷ്ടപ്പെട്ട് പുലർത്തി എന്ന് തന്നെ പറയാം. മല്ലികയുടെ കഷ്ടപ്പാടുകൾ വെറുതെയായില്ല. ഉത്സാഹിയും സൽസ്വഭാവിയുമായ അവരുടെ മകൻ ജയൻ ഇന്ന് സ്ഥലത്തെ വില്ലേജ് ഓഫീസറാണ്. ഇല്ല, മണി 8 ആരാമേ സ്കോർ ചെയ്തിരിക്കണേ? അച്ഛനോ അതോ വേലപ്പ മുത്തശ്ശനോ? പറയാറായിട്ടില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. അവരവരുടെ ജോലി ചെയ്യട്ടെ. അമ്മ വാ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. തുടങ്ങിക്കോ. മകൻ വലിയ സിനിമാ നടനാകണമെന്ന് വിചാരിച്ച ജയൻ എന്ന് പേരിട്ടത്. എന്നിട്ടായത് വില്ലേജ് ഓഫീസർ. അതെങ്ങനാ? വാസന വേണ്ടേ? വാസന. ആ വാസന ഇല്ലാത്തോണ്ട് ചെറുക്കം പഠിച്ചൊരു നിലയിലെത്തി. ഇല്ലെങ്കിൽ അവൻ അച്ഛനെ പോലെ ഇതുപോലെ ചുമ്മാ ചൊറിയും കുത്തിരുന്ന് ജന്മം കളഞ്ഞേനെ. ഞാൻ വെറുതെ ഇരിക്കുന്നോണ്ട് കിളവനെന്താ കുഴപ്പം? ഞാൻ വെറുതെ ഇരുന്നാലും അന്തസ്സായി കുടുംബം നോക്കുന്നുണ്ട്. കണ്ണോണ്ട് എന്റെ കുടുംബത്തിന് ഇരുന്നുണ്ണാനുള്ള വക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ചും ഡെസ്കും. കിളവൻ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. അതെ, അതൊക്കെ അവരുടെ കുടുംബകാര്യമാണ്. എൻ്റെ കുടുംബമെന്നാൽ ഞാനും അച്ഛനും എൻ്റെ മകൾ ഹിമയുമാണ്. പിന്നെ മരിച്ചുപോയ എൻ്റെ ഭാര്യ അംബികയെക്കുറിച്ച്. ഇല്ല, അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനിന്ന്. കാരണം ഞാനും എൻ്റെ മകൾ ഹിമയും ഇന്നലെ തൊട്ട് പിണക്കത്തിലാണ്. വലിയ നെയ്ത്തുകാരനാണ് പോലും. നെയ്ത്തുകാരൻ ഒരൊറ്റ മോളേ ഉള്ളൂ. ഒരു കൊല്ലത്തിലേക്ക് ആ മോൾക്ക് വാങ്ങി തന്നേ 3 ചുരിദാറാ. അതിലൊന്നിന്റെ സിബും പോയി സൈഡിൽ കീറി. എന്നാലൊന്ന് തുന്നിത്തരം നേരമുണ്ടോ നെയ്ത്തുകാരന്? എവിടെന്ന് എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട് ബാധ തീർക്കാനല്ലേ തിടുക്കം. അല്ല മോളെ, നീ സൂചി കൊണ്ട് ആരെങ്കിലും കുത്തിക്കൊല്ലാനുള്ള പരിപാടിയാണോ? എന്താ അപ്പൊ നിന്റെ ഉദ്ദേശം? കണ്ടാൽ അറിഞ്ഞൂടെ, സൂചിയിൽ നൂല് കോർക്ക. ഈ കീറി ചുരിദാർ ഞാൻ തന്നെ വേണല്ലോ തുന്നാൻ. സൂചിയിൽ നൂല് കോർക്കുമ്പോഴേ സൂചിയുടെ തുളയിലായിരിക്കണം ശ്രദ്ധ. ദേഷ്യവും വൈരാഗ്യമൊന്നും അതിനോട് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഓ പിന്നെ, ഞാൻ ആദ്യമായിട്ടല്ലേ നൂല് കോർക്കുന്നത്. ഒന്നാമതായി സൂചിയുടെ ദ്വാരം ശരിയല്ല. എങ്ങനെ ശരിയാവും?
മുത്തച്ഛന്റെ മോമാനത്തിന് സൂചിയല്ലേ പിന്നെ ഈ നൂല് ചാക്ക് തുരുന്ന നൂല ഇതിലും ഭേദം ആണോ? നോക്കട്ടെ. കണ്ണും ചെവിയും പിടിക്കാത്ത ഓൾഡ് മാനാണ് ഇനി. കോർക്കാനല്ല ചുമ്മാ നോക്കാനാ. നോക്കട്ടെ. ആഹാ, ശരിയാണല്ലോ. ചാക്ക് തുന്നുന്ന നൂല ഇതിലും ഭേദം. അങ്കിളെ കഷ്ടമായിരുന്നു. കൊണ്ടുപോയി തുന്ന്. കീറിയതോ പിന്നിയതോ എന്താന്ന് വെച്ചാ. നാണപ്പയോടച്ച വേലപ്പയോടാ കളി. ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി പോളിയോ കൊടുക്കണ. പാമ്പും പഴയതാകുമ്പോഴാ വിഷത്തിന് വീര്യം എന്ന് പറയുന്നത് പോലെ ഇളവന്റെ ഹണ്ണിന്റെ ആഴ്ച. 10-75 കൊല്ലം ലോകം കണ്ട കണ്ണിന് അനുഭവം കൊണ്ട് കിട്ടണ സിദ്ധിയാതാപരാക്ഷത് ദ്വാരം കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ കണക്കായിരിക്കും കണക്ക്. ബികോം പഠിപ്പും കമ്പ്യൂട്ടറും അതിനിരട്ടി അഹമ്മതിയുമായാൽ എല്ലാമായെന്ന് കരുതുന്നവരെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതാണ് ആരെയാ ഉദ്ദേശിച്ചത്? എന്നെ അല്ലാതാരെ? ഇവരുടെ ഉദ്ദേശം എന്തെന്ന് അറിയോങ്കിലേ? എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിടണം. എന്നിട്ട് അച്ഛനും മോനും എന്റെ ശല്യമില്ലാതെ സുഖിച്ച് കഴിയണം. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസമാധാനം ആഗ്രഹിക്കാത്ത മനുഷ്യരാരാ ഉള്ളത്? കേട്ടോ മല്ലികാമേ? കല്യാണം കഴിച്ചു വിടുന്നതോടെ എല്ലാ ബാധ്യതകളും ബന്ധങ്ങളും തീരുകയെന്നത് എവിടത്തെ പഠിപ്പാണെന്ന് എനിക്ക് അറിയത്തില്ലേ. കല്യാണം കഴിഞ്ഞാലും പിന്നെ വരുന്ന പേര് പുള്ളിക്കുടി ഉത്തരവാദിത്തങ്ങൾക്ക് എടുക്കല്ലേ മോളെ ഞങ്ങൾക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ കല്യാണത്തിൽ ഇല്ലാതെ പറഞ്ഞത്. ഒരു ജോലി അത് കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കും. അപ്പോഴേക്ക് കടിയാൻ പറഞ്ഞ സമയം അങ്ങ് തീരും. അത് മല്ലികോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, 24 വയസ്സിനിടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വിവാഹ യോഗമില്ല. 24 തികയാനിനി 8 മാസമേ ഉള്ളൂ. അതിന്റെ വേവലാതി നമുക്ക് അറിയണ്ടല്ലോ. അപ്പറഞ്ഞത് നേരെ മോളെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റേതായ സമയത്ത് തന്നെ നടക്കണം. വളരെ ശരിയാ. കോളിളക്കം സിനിമയിൽ ഒരു പാട്ട് സീനിൽ മുഖം കാണിച്ചതിന് ശേഷമാ ഞാൻ വിവാഹിതനായത്. മല്ലികയുടെ ജീവിതത്തിലെ കോളിളക്കം തുടങ്ങിയതും ആ ദിവസം തന്നെയാണ്. മല്ലികാമേ, വെറുതെ അച്ഛനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കല്ലേ. പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ നിന്ന് ഞാൻ മടുത്തു. എന്നാ മോളെ ഇവിടെ ഇരിക്കാൻ നോക്ക്. എടി, കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലീസുകാരൻ എന്തായിരുന്നു കുഴപ്പം? നല്ല ഒത്ത ഉയരം, കട്ടി മീശ, പിന്നെ ഇച്ചിരി കഷണ്ടി ഉണ്ട്. ആ തൊപ്പി വെച്ചാൽ കാണത്തുമില്ല. കൊച്ചുമോളുടെ കെട്ടിയവനായിട്ടൊരു പോലീസുകാരൻ വന്നിട്ട് വേണം ഇവിടെ ചിലരുടെ അഹങ്കാരത്തിനൊരു മറുപടി കൊടുക്കാൻ. ഈ ഉമ്മർത്തിരുന്ന് നീ സിഗരറ്റ് വലിച്ചാൽ പോലും നിന്നെ കൊണ്ട് ഞാൻ പെറ്റി എടുപ്പിക്കോടാ, പെറ്റി. ഓ പിന്നെ കാക്കിയുടെ ഹുങ്കൊന്നും കലാകാരന്മാരടുത്ത് നടപ്പില്ല. അതിങ്ങെടുക്കൂ. ഒന്ന് എടുത്തു കൊടുക്കും മോളെ. അവന് കുഞ്ഞാൻ മേല, മാസം തികഞ്ഞ് നിൽക്കുക. എടി, ആ പോലീസുകാരനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? മോളെ, ഈ പോലീസുകാരെന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റ് ജോലിയല്ലേ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ജോലിക്ക് ശ്രമിക്കാമല്ലോ. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണ്ടേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണക്കാ മല്ലികാമേ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു വീട്ടില് ഒരു പരിചയമില്ലാത്ത ആളുകളോടൊപ്പം എനിക്കിത് ആലോചിക്കുമ്പോ തന്നെ വീർപ്പ് മുട്ടുക. ഇവർക്ക് എന്നെ വേണ്ടെങ്കിലും ഈ കിളവന്മാരെ വിട്ടുപോകാൻ എനിക്ക് വയ്യ മല്ലികാമേ. ഈ വീടും പരിസരവും വിട്ട് മറ്റൊരിടത്തെ കുറിച്ച് ചിന്തിക്കാനും വയ്യ. കേട്ടല്ലോ, പിടിവാശിയ. ഒരു കാര്യവും ഇല്ലാത്ത പിടിവാശി. ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ പറത്തില്ല, നിർത്തി. ഞാൻ നിർത്തില്ല. ഇവളുടെ കെട്ടി നടക്കുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവള് പറഞ്ഞതിൽ ന്യായമുണ്ട് വേൽപ്പം മാമ. ഉണ്ട്, മുട്ടുന്യായം. കുടുംബത്തോട് സ്നേഹമുള്ള പെൺകിടാങ്ങൾ ഇങ്ങനെ തന്നെയാ. അച്ഛനെയും മുത്തച്ഛനെയും പിന്നെ അവൾക്ക് ഇത്ര വിഷമം കാണും. അവരെ മാത്രമല്ല, മല്ലികാമയും താമരാഷ്ട്രങ്ങളിലും ഒക്കെ പിരിയുന്നതും എനിക്ക് വിഷമം തന്നെയാ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം ഞാൻ പറയും. നാണപ്പെണ്ണ് എന്ത് പറയും എന്നറിയാത്തോണ്ടാ ഞാൻ പറയാൻ പഠിച്ചത്. അപ്പോഴും ഞാൻ എന്ത് പറയും എന്ന കാര്യത്തിൽ നിനക്ക് യാതൊരു വേവലാതിയില്ലല്ലേ? എന്താണ് വയസ്സാം കാലത്ത് നിന്റെ ഒരു ആഗ്രഹം? വേറൊന്നുമല്ല, ഇവളെ എന്റെ മോൻ ജയിലിൽ പെണ്ണായി തരാമോ? മല്ലികേ, എന്റെ മോനെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ ഹീറോയ്ക്ക് പിന്നെ സിനിമയിൽ മാർക്കറ്റ് ഇല്ലടി. എന്റെ മോനെ മാർക്കറ്റ് വേണ്ട. ഇതാവുമ്പം നിനക്ക് ഇവിടം വിട്ടു പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ലല്ലോ. അല്ല മല്ലികാമേ, ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആദ്യം നിന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും അഭിപ്രായം അറിയട്ടെ. നാണപ്പെണ്ണും വേലപ്പമാമനും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അവന്റെ അച്ഛന്റെ അഭിപ്രായം അപ്പോഴും നിനക്കറിയണ്ട. ഇത്രയും കാലം ഞാൻ അവനെ വളർത്തി വലുതാക്കിയതേ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചല്ലോ. അതിന്റെ ഒരു ഗുണം ആ ചെറുക്കനുണ്ട്. ഇനി അവന്റെ കല്യാണത്തിന്റെ കാര്യത്തിലും അനുഗ്രഹിക്കുന്നതല്ലാതെ അഭിപ്രായം പറഞ്ഞ് കുളമാക്കണ്ട. നാണപ്പെണ്ണൊന്നും പറഞ്ഞില്ല. ജയനോട് വില്ലേജ് ഓഫീസറാ,
നല്ല സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരൻ, ആളുകൾക്കെല്ലാം നല്ല മതിപ്പുവാ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല വിവാഹ ബന്ധങ്ങൾ കിട്ടാനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ട്. അങ്ങനെ നീ പറയരുത്. എന്റെ കൊച്ചുമോൾക്ക് എന്താണ് ഒരു കുറവ്? എന്താ കൂടുതൽ കുറവ് എന്റെ മോൾക്കല്ലേ സാർ, എനിക്ക്. അവള് വെറും ഒരു നെയ്ത്തുകാരന്റെ മോളല്ലേ. എടാ, ആയിരിക്കുന്ന മുതലിന്റെ മോനല്ലേ ചെയ്യാൻ. അപ്പൊ ഈ കുറവ് അതിലങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. കളിക്കല്ലേ. കുറ്റവും കുറവൊക്കെ പറഞ്ഞത് മതി. ഞാൻ ഹിമയെ ജയന് വേണ്ടി പെണ്ണ് ചോദിച്ചത് ഇവളെ എന്റെ മോളായി കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് കൂടിയാ. എന്താ ഇവളെ എനിക്ക് തന്നൂടെ? തരുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ മല്ലികേ. എന്റെ മോള് എന്റെ കൺവെട്ടത്തിൽ തന്നെ ഉണ്ടാകുമല്ലോ. പിന്നെ കുട്ടികളുടെ പൊരുത്തം അതുകൂടി നോക്കണല്ലോ. ചെറുക്കന്റെ അച്ഛന്റെ സമ്മതം അതും കൂടി നോക്കണം. നീ വെറുതെ ചിരിപ്പിക്കല്ലേ താമരാക്ഷ. ഞാൻ പറഞ്ഞാൽ എന്റെ മോന് സമ്മതമായിരിക്കും. പിന്നെ ജാതക പൊരുത്തം വേറൊന്നും തോന്നരുത്. ഹിമയുടെയും ജയന്റെയും ഗ്രഹനില ഞാനൊരു ജോത്സ്യനെ കാണിച്ചിരുന്നു. 10 ൽ 8 പൊരുത്തവും ഉണ്ട്. ഭയങ്കരി. അപ്പൊ നീ എല്ലാം കരുതി കൂട്ടിയായിരുന്നല്ലേ? ആരാച്ചാ ഭയങ്കരി? അമ്മയോ അതോ ഹിമയോ? അല്ലച്ചാ, ഇന്ന് അമ്മയുടെ മീറ്റിംഗ് ഉണ്ടല്ലോ, അച്ഛൻ മൂടില്ലേ? നീ അച്ഛനെ ശശിയാക്കാൻ നിന്നോടാ. എടാ, ഇവിടെ നിന്റെ അമ്മ നിന്റെ സകല ഭാവിയും തുറയ്ക്കാനുള്ള ഇടപാട് ഉറപ്പിച്ചോണ്ടിരിക്കുക. നിന്റെ കല്യാണാലോചന ദേ ആ നിൽക്കുന്ന നരുന്ത് പെണ്ണുമായിട്ട്. ഈ പാതകത്തിൽ എനിക്കൊരു പങ്കുമില്ല, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. മല്ലികേ, താമരാക്ഷന്റെ അധിക്ഷേപം മുഴുവൻ ഞാൻ സഹിച്ചിരുന്നത് ഞാനൊരു അഭിമാനമില്ലാത്തവനായതുകൊണ്ടല്ല. വിവാഹം കഴിക്കേണ്ടവരുടെ അഭിപ്രായം ഇതുവരെ അറിയാത്തതുകൊണ്ടാണ്. അവർക്ക് സമ്മതമാണെങ്കിൽ, ഇത് നടക്കാവുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ താമരാക്ഷൻ ആഗ്രഹിക്കുന്നത് പോലെ അന്തസ്സോടെ തന്നെയായിരിക്കും ഞാൻ ഈ കല്യാണം നടത്തുക. ഒരു വലിയ വീട്ടിൽ നിന്ന് ജയം പെണ്ണ് കെട്ടിയാൽ കിട്ടുന്ന സ്ത്രീധന തുകയിൽ പോലും ഞാൻ ഒരു കുറവും വരുത്തില്ല. ആരും ചോദിച്ചില്ലെങ്കിലും അത് തരേണ്ടത് ഞങ്ങളുടെ തറവാടുത്തമാ. ആദ്യം മോന് സമ്മതമാണോന്ന് പറ. എന്റെ കാര്യം അമ്മ പറഞ്ഞല്ലോ, ഇനി ഹിമ പറയട്ടെ. മോള് പറ, നിന്റെ ഇഷ്ടമാണ് പ്രധാനം. നിനക്ക് സമ്മതമല്ലേ? എനിക്ക് ക്ലാസ്സിൽ പോയ സമയം. അവർക്ക് നാണം വന്നു. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെയാ. എനിക്ക് ഇഷ്ടമാണെന്നൊന്നും വിളിച്ചു പോകത്തില്ല. ഇന്നെന്തായാലും കല്യാണമില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം ഞാൻ ഓഫീസിൽ പോയിക്കോട്ടെ. ഇനി ഞാൻ അഭിപ്രായം പറഞ്ഞത് വേണ്ട. എന്റെ ആഗ്രഹമാണ് എന്റെ അമ്മ പറഞ്ഞത്. കേട്ടില്ലേ? അവന് പണ്ടേ ഇഷ്ടമായിരുന്നു ഹിമയെ. പിന്നെ എടുപിടിയൊന്നും വേണ്ട. അന്തസ് കാണിക്കാനായി ബാധ്യത വരുത്തി വെക്കുകയും വേണ്ട. ഇത് വില്ലേജ് ഓഫീസറുടെ കല്യാണമല്ല, വെള്ളയപ്പം മല്ലികയുടെയും നെയ്ത്തുകാരൻ നാണപ്പയുടെയും കുട്ടികളുടെ കല്യാണമായി മാത്രം കണ്ടാൽ മതി. നിനക്കിപ്പോ സമാധാനായില്ലേടാ? ഇത്രയും കാലം വന്ന വിവാഹാലോചനകൾ വേണ്ടെന്ന് പറയാൻ അവൾക്ക് തോന്നിപ്പിച്ചത് ഇങ്ങനെ ഒരു നല്ല കാര്യം വരാൻ വേണ്ടിയാ. പക്ഷേ എന്തോ മോളുടെ മുഖത്ത് ഞാൻ സന്തോഷം കണ്ടില്ല. നിനക്ക് തോന്നുന്നതാ? അവൾ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. അവള് സമ്മതവും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഈ വിവാഹത്തിന് നമുക്കുള്ള അത്രയും സന്തോഷം അവക്കൊണ്ട് തോന്നില്ല. മോളോ നിന്നെ മോക്ക് ജയന് ഇഷ്ടമല്ലേ? ജയേട്ടനോട് എന്തിനാ എനിക്ക് ഇഷ്ടക്കുറവ്? ഈ കല്യാണത്തിന് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോന്നാ മുത്തച്ഛൻ ചോദിച്ചത്. കല്യാണത്തിനോടല്ല എനിക്ക് എതിർപ്പ്. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പഠിത്തം തടസ്സപ്പെടുത്തുന്നതിനോട്, ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കുന്ന ചാൻസ് ഇല്ലാതാക്കുന്നതിനോട്, അതിനോടൊക്കെ എനിക്ക് എതിർപ്പ്. സ്വന്തം കാലിൽ നിൽക്കുന്നവരെ കണിയാൻ പറഞ്ഞ സമയം നിർത്തച്ച. ഏതോ ഒരു കണിയാൻ പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കുന്നത് ശുദ്ധ വിട്ടുത്തമാ. അതും പറഞ്ഞ് എന്റെ സ്വസ്ഥത കിട്ടുന്നത് അതിലേറെ പോറാ. ഒരു കണിയാന്റെ കണക്കും മണ്ണാങ്കട്ടെ. വേണ്ടടാ, അവള് ക്ലാസ് കഴിഞ്ഞ് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവക്ക് സമ്മതമല്ല. അവിടെ അമ്മ മരിച്ച കാലം തൊട്ട് നെഞ്ചു കയറ്റി വെച്ച തീയ, അതൊന്നും ഇറക്കി വെക്കാൻ സമ്മതിക്കത്തില്ല. മനസമാധാനം തരില്ല.
കാണാത്ത പോലെ കാണിക്കുകയാണോ? അച്ഛൻ ഊണ് കഴിക്കുന്നില്ലേ? ഉറങ്ങുന്നില്ലേ? ഞാൻ പറയുന്നത് വല്ല അച്ഛൻ കേൾക്കുന്നുണ്ടോ? അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? അവിടെയാകുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ നിന്നോട് പറഞ്ഞെന്നിരിക്കും. അത് നിന്റെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തും, ബോറാവും. എന്തിനാത്? അച്ഛൻ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ? ഞാൻ ഈ കുളത്തിൽ വീണ് മരിച്ച പാവത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു, നിന്റെ അമ്മയെ കുറിച്ച്. മരണനേരത്തും അവിടെ മനസ്സിൽ എന്തെല്ലാമായിരുന്നുവെന്ന് പലകുറി ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അവൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഉമ്മറത്ത് കളിച്ചോണ്ടിരുന്ന നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് മുറ്റത്തും തൊടിയിലും അപ്പുറത്തെ വീടിലുമെല്ലാം അവൾ നിന്നെ അന്വേഷിച്ച് നടന്നതിനെ കുറിച്ച് മല്ലികയാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴേക്ക് അമ്മയെ കളിപ്പിക്കാനായി നീ ഒരു കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒടുക്കം ഈ കൊളക്കരയിലെത്തിയപ്പോ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന നിന്റെ കളിപ്പന്ത് കണ്ടിട്ടാവണം പാപം കുളത്തിലേക്ക് എടുത്തു ചാടിയത്. അന്നേരം തനിക്ക് നീന്താൻ അറിയില്ലെന്ന് നിന്റെ അമ്മ ഓർക്കാത്തത് എന്തുകൊണ്ടാ? ശ്വാസം പിടഞ്ഞ് മുങ്ങി താഴുമ്പോഴും അവൾ നിന്നെ തിരയുകയായിരുന്നിരിക്കുവോ? ആയിരിക്കണം. മരണനേരത്തും അവിടെ മനസ്സിൽ എന്റെ കുഞ്ഞിന് എന്തുപറ്റി എന്ന വേവലാതി തന്നെ ആയിരുന്നിരിക്കണം. നീയൊരു കള്ളച്ചിരിയുമായി കട്ടിലിനടിയിലുണ്ടെന്നറിയാതെ മരണനേരത്തും നിന്നെ തിരഞ്ഞ് പാവം. എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള നിനക്കറിയാവുന്ന സങ്കടം അച്ഛൻ വീണ്ടും പറഞ്ഞത് മക്കളെ വിഷമിപ്പിക്കാനല്ലടാ. മക്കളുടെ കാര്യം വരുമ്പോ അച്ഛനമ്മമാരൊക്കെ മുന്നിൽ മരണമാണോ എന്ന് പോലും ഓർക്കാതെ നിന്റെ അമ്മയെ പോലെ എടുത്തു ചാടുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കാനാ. നിന്റെ കാര്യത്തിൽ ജോത്സ്യം പറഞ്ഞ കണക്കിലും സമയത്തിലും ഒന്നും കാര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മക്കളുടെ കാര്യം വരുമ്പോ ഏത് നിരീശ്വരവാദിയും വലിയ അന്ധവിശ്വാസിയായി പോകും. അതുകൊണ്ടാ അച്ഛൻ, അല്ലാണ്ട് എൻ്റെ മക്കളെ വിഷമിപ്പിക്കാനോ അസ്വസ്ഥപ്പെടുത്താനോ ഒന്നും അല്ലടാ. എനിക്കറിയാം എൻ്റെ അച്ഛനെ. നിന്നെ സങ്കടപ്പെടുത്തിയിട്ടല്ലോ ഞാൻ എൻ്റെ കടമകൾ തീർക്കേണ്ടത്. നീ ആഗ്രഹിച്ചതുപോലെ പഠിത്തമൊക്കെ തീർന്ന് ഒരു ജോലിയൊക്കെ കിട്ടട്ടെ, ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അച്ഛനുള്ളപ്പോൾ എന്റെ പൊന്നു മോൾക്ക് എന്തു വരാൻ? ഒന്നും വരില്ല. അച്ഛാ, കല്യാണം കഴിക്കുന്നതിനോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ജയേട്ടനോട് എനിക്ക് ഇഷ്ടക്കുറവുമില്ല. ഒരു ജോലി കിട്ടിയാൽ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ ഉണ്ടാവുമല്ലോ, അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. കല്യാണം കഴിഞ്ഞാലും പഠിക്കാന് ജയേട്ടനും മല്ലികാമ്മയും പറഞ്ഞ സ്ഥിതിക്ക് കല്യാണം നടക്കട്ടെ അച്ഛാ, എനിക്ക് വിരോധമില്ല. മനസ്സോടെ തന്നെയാണോ എന്റെ പൊന്നു മക്കളീ പറയുന്നത്? പൂർണ്ണ മനസ്സോടെ തന്നെയാണ് എന്റെ അച്ഛാ. എന്റെ അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അത് മാത്രല്ല അച്ഛാ, ആ കണിയാൻ പറഞ്ഞതിൽ വല്ല കാര്യം ഉണ്ടെങ്കിലേ പണി പാളിപ്പോകില്ലേ? എനിക്ക് വയ്യ കല്യാണ യോഗമില്ലാതെ മൂത്ത് നരച്ച് വീട്ടിലിരിക്കാൻ. നിന്റെ നോട്ടം കണ്ടാത്തൊന്നും ഞാൻ ഇത്രയും നേരം നീ പറയുന്നത് ഒളിച്ചു കേൾക്കുമായിരുന്നു. എടി, ഞാൻ അത്ര നാണമില്ലാത്തവനല്ല. ഞാന് എന്റെ ചെറുക്കനെ കാണാത്തോട് തിരക്ക് വന്നതാ. ഓ പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനല്ലേ? ഈ കുളപ്പടവിൽ കാർത്തിച്ച് വീണാലോ? നിനക്ക് അവൻ അച്ഛനാണെന്ന് വെച്ചാൽ എനിക്ക് അവൻ എന്റെ മോനല്ലാതാകുന്നില്ലല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. നീ അങ്ങനെ പറയുമെന്ന് അറിയാവുന്നോണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാ. നാണപ്പേ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്നെ കെട്ടങ്ങ് നടത്തണം. ഇത്തിരി സമയമെടുത്താലും ഒന്നിനും ഒരു കുറവും വരുത്താതെ നടത്തണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ പോലും 50 പവന് കുറയാതെ സ്വർണവും കൊടുക്കണം. 50 പവൻ? ധർമ്മ കല്യാണം നടത്തി നഷ്ടം പറ്റിയെന്ന് നാളെ രാമരാക്ഷൻ പറയാൻ ഇട കൊടുക്കരുത്. നാടൊടുക്ക് ക്ഷണിക്കണം.
സത്യം കേമമാക്കണം. എല്ലാം എല്ലാം നിന്റെ അമ്മ കേൾക്കുന്നുണ്ട്. എങ്കിൽ ഇതൂടെ കേട്ടോ അംബികെ, നിന്റെ മോടെ കല്യാണത്തിന് കല്യാണ പുടവ നെയ്യുന്നതും ഈ നെയ്ത്തുകാരൻ നാണപ്പയാ. അതിന്റെ നിറവും കരയും വരയുമെല്ലാം എന്റെ മനസ്സിലുണ്ട്. അതിന്നോളം ഞാൻ നെയ്തതിൽ വെച്ച് ഏറ്റവും ചന്തമുള്ള ഒരു പട്ടുസാരിയായിരിക്കും ഉറപ്പാ. ഹിമയുടെയും ജയന്റെയും വിവാഹം കൊല്ലവർഷം 1189 തുലാം 17 തിരുത്തച്ചിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് വിവാഹ ദിവസമെങ്ങ് അടുത്തെങ്കിലും ഒന്നിനും മുടക്കമില്ലാതെ വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിനുവേണ്ടി വീടും പുരയിടവും പണയപ്പെടുത്തേണ്ടി വന്നെങ്കിൽ പോലും ഞാൻ സന്തോഷവാനായിരുന്നു. വലിയ എതിർപ്പുകൾ അവസാനിപ്പിച്ച് താമരാക്ഷൻ പോലും വീട്ടുമുറ്റത്തെ തിണ്ണയിൽ നിന്നിളകാതെ തന്നെ വിവാഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. രോഗിയായ മല്ലിക ഓടി നടന്നതുകൊണ്ട് മാത്രം വിവാഹക്ഷണം തൊട്ടെല്ലാ കാര്യങ്ങളും അവിടെയും ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു. അതുവരെ വിവാഹത്തിനോട് വലിയ താല്പര്യം കാണിക്കാതിരുന്ന ഹിമ ദിവസങ്ങൾ പോകെ പോകെ ജയനുമായി ഒരുപാടടുത്തു. വിവാഹസാരി പൂർണ്ണമായും അച്ഛന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. പക്ഷേ മറ്റു ഡ്രസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ ജേട്ടൻ കൂടി വരണം. ജേട്ടൻ കൂടി ഇഷ്ടത്തിനെടുത്ത പിന്നെ കുറ്റം പറയില്ലല്ലോ. ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ അവനവന്റെ മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ പ്രധാനം. ആരൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും നമുക്ക് തൃപ്തിയില്ലാത്തൊരു ഡ്രസ് ഇട്ടാൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഹിമയുടെ ഇഷ്ടത്തിനെടുക്ക്. അതും പറഞ്ഞങ്ങനെ ഒഴിവാക്കാൻ നോക്കണ്ട കേട്ടോ. ജയേന്റെ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാനും വരും. ജയേട്ടനോടൊപ്പം പോണോന്നേ മല്ലികാമ്മയോട് പ്രത്യേകം പറഞ്ഞിരിക്കുക. ഈ അമ്മയുടെ കാര്യം ഒന്നും പറയാതിരിക്കുക ഭേദം. വയ്യാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് കാണുമ്പോ പേടി തോന്നാം. അച്ഛൻ പിന്നെ ഭൂകമ്പം വന്നാലും ഇരിക്കുന്നിടത്ത് അറിയില്ല. ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്ത് ഈ പ്രദേശമൊക്കെ ക്ഷണിക്കാന്ന് പറഞ്ഞിട്ട് പോലും അമ്മ സമ്മതിച്ചില്ല. കുടുംബത്തിലെ മുതിർന്നവർ എന്ന് വിളിച്ചില്ലെങ്കിൽ തറവാട്ടിൽ പിറന്നവർ വരില്ലത്രേ. ഒരു ഓട്ടോ പോലും പിടിക്കാതെ നടന്ന കുന്നും മലയും കയറി പാവം. ഇവിടെ പിന്നെ കുറച്ച് വീടുകളിലൊക്കെ മുത്തശ്ശനാ പോയി ക്ഷണിച്ചത്. എന്റെ കൂട്ടുകാരികളൊക്കെ ഞാൻ നേരിട്ട് പോയി ക്ഷണിച്ചു. ഒരാഴ്ചയായി ഞാൻ ക്ലാസ്സിൽ പോയിട്ട്. അത് കൊള്ളാം. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് കല്യാണം പോലും വേണമെന്ന് പറഞ്ഞ ആളിപ്പോ ഇങ്ങനെയായോ? അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ കല്യാണത്തിന് ഇല്ലാന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ ക്ലാസ്സിൽ എത്തിയാലുടൻ ഫോൺ സൈലന്റാക്കി ബാഗിലിടാറാ പതിവ്. ആ സമയത്തൊന്നും ജേട്ടൻ വിളിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ജേട്ടനെങ്ങനെ വിളിച്ചോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും. വട്ട് തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പലപ്പോഴും കടിച്ചു പിടിച്ചിട്ടാ വിളിക്കാതിരിക്കുന്നത്. കടിച്ചു പിടിച്ചിട്ട് തന്നെ ദിവസം ഒരു 10 കോളെങ്കിലും ചേട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പോ കടിച്ചു പിടിച്ചില്ലെങ്കിൽ എന്താ സ്ഥിതി? സത്യം. എങ്കിലേ ഇനി അങ്ങനെ കടിച്ചു പിടിക്കണ്ട. ജേട്ടൻ എത്ര വിളിക്കുന്നു എനിക്ക് അത്രയും സന്തോഷാ. ഓഫീസിലുള്ളവർ ഇപ്പോഴേ കളിയാക്കുന്നുണ്ട്. കല്യാണം ഉറപ്പിച്ചോടെ ജയൻ സാർ റൊമാൻറ്റിക് ആയെന്ന്. അവരും കാണുന്നല്ലേ എന്റെ ഫോണിലെ കുണുങ്ങല്. അതിൽ ക്ലർക്ക് ചന്ദ്രേട്ടൻ മാത്രമാണ് എന്നെ ആശ്വസിപ്പിച്ചത്. സാർ ഒന്നും ടെൻഷൻ ആണ്ട. കല്യാണം കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് കൊന്നാൽ ഫോൺ വിളിക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാവോ? പറയാൻ പറ്റില്ല, മനുഷ്യരുടെ കാര്യമല്ലേ. എങ്കിലേ കൊല്ലിനെ തൊട്ടുപോകുന്നുണ്ട് മോനെ. കൊല്ലുമെന്നോ? എന്റെ കൊക്കിൽ ജീവനെടുത്തോളം കാലം നീ എന്നെ ചെറുക്കിനെ ഒരു ചുക്കും ചെയ്തില്ലേ? എന്താടാ മോനെ പ്രശ്നം? പറയടാ. അച്ഛൻ വിചാരിക്കുന്ന മാതിരി നീ ഇതാരെയാടാ ഭയക്കുന്നേ? എനിക്കൊരു തീയം പേടിയില്ല. അച്ഛനോട് തുറന്നു പറയടാ. പറയടാ. എന്താ മോളെ പ്രശ്നം? തന്റെ കൊച്ചുമോൾ എന്നെ ചെറുക്കിനെ കൊല്ലുമെന്ന്. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ വല്ലവളുമാർക്കും കൊല്ലാനല്ല ഞാൻ എന്റെ ചെറുക്കനെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ കഷ്ടപ്പെട്ട് വളർത്തിയത്. നീ എന്തോ കഷ്ടപ്പെട്ടെന്ന്? എടാ മല്ലിക കഷ്ടപ്പെട്ടു, അവൻ അങ്ങനെ വളർന്നു. അതുകൊണ്ട് നീ വലിയ വർത്താനം നിർത്തി കാര്യം പറയടാ. എന്താ മോളെ ഉണ്ടായത്? ഒന്നുമില്ല മുത്തശ്ശ. ജയേട്ടനൊരു തമാശ പറഞ്ഞു. അപ്പൊ ഞാൻ തമാശക്ക് കൊല്ലൂന്ന് പറഞ്ഞു. തമാശക്ക് കൊല്ലേ? അത് കൊള്ളാമല്ലോ. എന്റെ അച്ഛൻ ശരിക്കും കൊല്ലുമെന്നുള്ള സെൻസിൽ ഒന്നും അല്ല ഹിമേന്ന് പറഞ്ഞത്. എടാ കൊല്ലുമെന്നുള്ള വാക്കിന് മലയാളത്തിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, തട്ടിക്കളയുക.
എന്ന് നീ പറയും. എടാ, നിന്നെ പോലുള്ള കിളവന്മാർക്കും ഇവരെ പോലുള്ള പിള്ളേർക്കും ചില ചില വാക്കുകൾക്ക് വേറെ വേറെ അർത്ഥങ്ങളാ. ഉദാഹരണത്തിന് ഒന്ന് പോട കള്ള എന്നിവര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറങ്ങിപ്പോടാ മോട്ടാവേ എന്നല്ല. ശരിയല്ലേ മോളെ? വളരെ വളരെ ശരിയാ. മുത്തശ്ശൻ പറഞ്ഞോളൂ. താങ്ക് യു. കേട്ടല്ലോ, എന്നെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കല്ലടാ എന്നിവര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്വാസം മുട്ടുന്നു, ഓക്സിജൻ കൊണ്ടുവരൂ എന്നല്ല. ശരിയല്ലേടാ? കേട്ടല്ലോ. ഇനി എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ ഇവരുടെ കല്യാണമാണ്. അപ്പോഴും നിന്റെ ഈ പ്രതിഷ്ഠ വെള്ളമില്ലാത്ത കുളത്തിന്റെ കരയിൽ കൊക്കിരിക്കുന്നത് പോലെ ഈ ഉമ്മറത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അത് കിളവനെന്താ? അല്ല, എനിക്കൊന്നുമില്ലടാ. ഞാൻ പറഞ്ഞു വരുന്നത്, അഥവാ ജബരിയുടെ മുറിയെന്നെങ്ങാനും ഞാൻ നിന്നെ കടിച്ചു തിന്നട്ടെ ചക്കരെ എന്നെങ്ങാനും കേട്ടാ തിന്നല്ലേന്ന് കരഞ്ഞു വിളിച്ച് കഥകം ചവിട്ടി പൊളിച്ച് അകത്തേക്ക് പാഞ്ഞു എന്നേക്കരുത്. ജന്മം പോവടാ. ആഹാ, രണ്ടുപേരും കൂടി കൊച്ചു വെളുപ്പാൻ കാലത്ത് കൊല്ലാനും തിന്നാൻ നിന്നിട്ട് ഇപ്പൊ മുത്തച്ഛനായോ കുഴപ്പം? എടാ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ തെമ്മാടി. വേണ്ട, എന്റെ പേരാണ് തെമ്മാടിത്തരം കാണിച്ചത്. തെമ്മാടി എന്ന് വിളിക്കാൻ എന്റെ അച്ഛൻ അതും വേറെ പുത്തശ്ശൻ നേരത്തെ പറഞ്ഞ മാതിരി ശരിക്കും തെമ്മാടിന്നല്ല, ഇടം മിടുക്ക എന്നൊക്കെ വിളിക്കും പോലെ വളരെ നല്ല അർത്ഥമാണ്. അല്ലേ മുത്തശ്ശ? പറഞ്ഞു കൊടുക്ക്. ഓ, നിന്റെ അച്ഛനുണ്ടോ വിവരം? ശരി എന്നാ ശീലാക്കണം. ഏതെങ്കിലും സിനിമാ നടിയും കെട്ടി കഴിയേണ്ടവരാ. അതെങ്ങനാ? യോഗം വേണ്ടേ, യോഗം. അതുപോലെ ചെന്നൈയിലെ കോടാമ്പക്കത്ത് നിന്ന് സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പറക്കേണ്ടവനായിരുന്നു ഈ ഞാനും. പീറ്ററെ കൊന്നതാരാണ്? അവന്റെ ജഡം എന്റെ അലമാരയിൽ കൊണ്ടുവച്ചതാരാണ്? ഓഹോ, നിങ്ങൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണല്ലേ? ഓ, കോളിളക്കത്തിലെ ജയന്റെ ഡയലോഗ് എന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നു. നിന്റെ അച്ഛനോട് മരുന്ന് വെച്ചേരാൻ പറ. ആ, നിങ്ങളെ ക്ഷണവും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയടോ കിളവൻ കൊണാപ്പി? തോന്നിവാസം പറയുന്നോടെ കുരുത്തല്ലാത്തവനെ. അയ്യോ, ഇതൊരു തോന്നിവാസമല്ല. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു അർത്ഥമാണ്. ഏതാണ്ട് വന്ധ്യ വയോധികൻ എന്നൊക്കെ അർത്ഥം വരും. ആണല്ലേ? ഉറപ്പല്ലേ? എങ്കിൽ ശരിയടാ, കഴിവേറിയുടെ മോനെ. അതിനർത്ഥം പൊന്നു മോനെ എന്ന് തന്നെയല്ലേ? നിനക്കത് മനസ്സിലായി അല്ലേ? പിന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ മനസ്സിലായി. എങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമല്ലേ? വേണമെന്നില്ല. തുടരുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല അർത്ഥങ്ങൾ വരുന്ന പലവിധ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കാമല്ലോ. എന്താ രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം? അല്ല, സാധാരണ നേരിക്കണ്ട വഴക്ക് കൂടുന്നവരാണല്ലോ. ഒന്നും പറയണ്ട മല്ലികേ, എന്തുമാത്രം വിവരമുള്ള മനുഷ്യനാണെന്ന് അറിയാമോ നിന്റെ ഈ വേലപ്പിന്റെ മാമൻ? ഉദാഹരണത്തിന് നായിന്റെ മോളെ മനുഷ്യ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. കണ്ടോ, നിനക്കിപ്പോ ഇതിൽ അനാവശ്യമായിട്ടല്ലേ തോന്നിയത് അല്ലേ? എങ്കിൽ കേട്ടോളൂ, ഇതിന്റെ ശരിക്കുമുള്ള അർത്ഥം പൊന്നുമോളെ എന്നോ മറ്റുമാണ്. ശരിയല്ലേ? പൊന്നുമോളെ, ഓമനെ എന്നൊക്കെ സാന്ദർഭികമായ അർത്ഥങ്ങൾ മാറി മാറി വരും. അങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നവർക്ക് പല പല കണ്ടുപിടുത്തങ്ങളും ആകാം. ഒരാഴ്ച കഴിഞ്ഞ കല്യാണമാ. ക്ഷണം തന്നെ ഇനി ഒരുപാട് ബാക്കി കിടക്കിയ. അറിയാതെ ആരെങ്കിലും വിട്ടുപോയാൽ അത് മതിയല്ലോ കാലാകാലത്തേക്കുള്ള കുത്തിന്. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. പെണ്ണി ലോക്കൽ സെറ്റപ്പിൽ നിന്നായതുകൊണ്ട് സിനിമാ രംഗത്തുള്ള പ്രമുഖരെ ആരെയും കല്യാണത്തിന് ക്ഷണിക്കണ്ട എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. എന്നാലും നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇന്നസെന്റിന് കല്യാണത്തിന് ക്ഷണിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ നാളെ തന്നെ ഇന്നസെന്റിന് കല്യാണക്കുറി അയക്കണം. വിലാസം പോലും അറിയാതെ ഞാൻ എങ്ങനെ കുറി അയക്കാനാ? ഇന്നസെന്റ് തമാശ നടൻ കേരളം എന്ന് എഴുതി അയച്ചാൽ മതി, കിട്ടിക്കോളും. വേണമെങ്കിൽ MP എന്നൂടെ വെച്ചോ, പെട്ടെന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ ചാരമൂട് തമ്പി അദ്ദേഹം, റിട്ടയർഡ് ജഡ്ജി സോമൻ പിള്ള, തഹസീൽദാർ സുന്ദരയ്യർ, ഈ 3 പേരുടെയും വീട്ടിൽ ചെന്ന് തന്നെ ക്ഷണിക്കണം. വിളിച്ചാ വരുന്നവരുടെ വീട് തന്നെ ഒരുപാട് ബാക്കി കിടക്കിയ. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ? പോരാ. പെണ്ണി ലോക്കൽ സെറ്റപ്പിൽ നിന്നാണെങ്കിലും ചെറുക്കൻ ഫിലിം ആക്ടർ താമരാശന്റെ മോന. അതിനനുസരിച്ചുള്ള കുറച്ച് പേരെ ഇംഗ്ലീഷ് ക്ഷണിക്കെങ്കിലും വേണം. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവന് ചെറുക്കനും ചെറുക്കൻ്റെ അച്ഛനും കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേറെ വേറെ കാറുകൾ ഏർപ്പാടാക്കണം. അവന് നീ ഇവിടെ നിന്ന് വരൂ. എന്തിനാ? ഞാൻ ഈ കിതപ്പൊന്ന് മാറാനിരുന്നതാ. നിനക്ക് ഇവിടം വരെ വന്നിട്ട് പോയിട്ട് നിന്റെ കിതപ്പ് മാറ്റിയാ പോരെ? ഒരു അത്യാവശ്യം വിളിക്കുമ്പോഴാണോ നിന്റെ കിതപ്പും കോപ്പൊക്കെ? ഞാൻ വന്നു. എന്താ? എന്റെ കാലിന്റെ തൊട്ട് താഴെ ഒരു പേന കിടപ്പുണ്ട്, എടുക്കൂ. കാലിന്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്, എടുക്കൂ. കഷ്ടം. എന്താ കഷ്ടം? ഇതൊന്നും ഒരു കഷ്ടമല്ല എന്റെ വേലപ്പമാമ. കഴിഞ്ഞ ദിവസം സ്വന്തം കാലം ഒരു കാക്ക വന്നിരുന്നതിനായിട്ടാണ് എന്നെ വിളിച്ചത്. അത്രയും വരില്ലല്ലോ ഇത്. നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതെ ഒരു പേപ്പർ കൂടി തന്നാൽ വാങ്ങേണ്ട സാധനങ്ങളുടെയും ക്ഷണിക്കേണ്ട ആളുകളുടെയും ഒരു ലിസ്റ്റ് എങ്ങനെ തരാം. ആഹാ,
നിങ്ങളെപ്പോഴും ലിസ്റ്റ് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. ഈശ്വരാധീനം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഏതാണ്ടൊരു കരക്കായി. സ്വർണത്തിന്റെ കാര്യത്തിലായിരുന്നു ചെറിയൊരു വേവലാതി ഉണ്ടായിരുന്നത്. ഇന്നത്തോടെ അതിനൊരു വ്യവസ്ഥയായി. പ്രഭാകരൻ മേനോൻ പണം തരാമെന്ന് സമ്മതിച്ചില്ലേ? ഞാൻ 50 പവൻ സ്വർണമെന്ന് പറഞ്ഞപ്പോ നീ പിന്നെ എന്ന് പരിഹസിച്ചില്ലേ? നീ നോക്കിക്കോ താമരാക്ഷ, 50-51 ആവുകയല്ലാതെ അരപ്പണത്തൂക്കം പോലെ കുറേ തിരിടാ. ഓരോ ബന്ധവും ഞാൻ ഉരച്ചു നോക്കി. അതിനു മുമ്പ് നീ കുരച്ചു ചാവും. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണം ഞാൻ അങ്ങോട്ട് ഉരച്ച് നാശമാക്കാൻ തന്നെങ്കിലല്ലേ? ഇങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിലേ നീ പൊറുത്തിമുട്ടുന്നത് ആയിരിക്കുന്ന ചീഞ്ഞ അമ്മായിയപ്പൻ മൂലമായി. എന്റെ മോൾക്ക് എന്ത് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് നാണപ്പെണ്ണനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതുകൊണ്ടാ, അല്ല ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അത് വേണ്ടെന്ന് പറയാൻ കഴിയുന്ന ആളത് പറഞ്ഞില്ല. ആര് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലാന്ന്? എനിക്ക് ഇത്ര സ്വർണം വേണ്ട ഞാൻ പറഞ്ഞില്ലേ അച്ഛാ? എന്റെ മോള് പറഞ്ഞു, ജയം പറഞ്ഞു, മല്ലികാമ്മ പറഞ്ഞു, പലരും പറഞ്ഞു. പക്ഷേ അച്ഛന്റെ മനസ്സിൽ വന്ന് മോളുടെ അമ്മ പറഞ്ഞു, എന്റെ മോളുടെ കല്യാണം ഒരു ധർമ്മ കല്യാണമാക്കരുതെന്ന്. ഞാൻ ലിസ്റ്റ് വായിക്കാം. കല്യാണമാല 2, ബൊക്ക അതായത് പൂച്ചെണ്ട് 3. പൂച്ചെണ്ടത്തിനാ 3? ഒന്ന് പൂജാരിക്ക. എടോ ഒരുപാട് പേര് വരുന്നതല്ലേ, അതിനിടയ്ക്ക് ഫിലിം ആക്ടർ താമരാശൻ ഒരു പൂച്ചെണ്ടെന്ന് ആദരിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അപ്പോൾ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അതിന് പ്ലാസ്റ്റിക് ബൊക്കെ ആയിരിക്കും നല്ലത്. അതാവുമ്പോ ചാവുന്നത് വരെ ആ ആദരവും പ്രതീക്ഷിച്ചിരിക്കാലോ. അവന്റെ ഒരു കൊക്ക. എങ്കിലും ഒരു ഓട്ടോഗ്രാഫ് കൂടെ എഴുതി കൊടുത്താ. അല്ല, ആർക്കെങ്കിലും അച്ഛൻ്റെ കയ്യിൽ ഒരു ഓട്ടോഗ്രാഫ് വേണമെന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതിയല്ലോ. എടാ മണ്ട, അതിന് തന്നെയാണ് 200 പേജിന്റെ വരയിട്ട നോട്ട് ബുക്ക് 1 എന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്. ഗാനമേള 1, മിമിക്രി 2. എന്റെ മകന്റെ കല്യാണത്തിന് സംഗീതം ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കലാകാരന്റെ മകന്റെ കല്യാണമാണ്. ഒരു സിനിമാ താരത്തിന്റെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണം. കലയിൽ ഞങ്ങളും അത്രയ്ക്കൊക്കെ മോശക്കാരല്ല താമരാക്ഷ. നിനക്ക് പാട്ടല്ലേ വേണ്ടു? നാടൻ പാട്ടിലും ശാസ്ത്രാം പാട്ടിലും പുലിയാണ് എന്റെ അച്ഛൻ. ഓപ്പോലി അച്ഛാ, ഒരു 4 പേര് അടിച്ചു പൊടിച്ച് ചാമ്പി കയറി വലിച്ചു കയറി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്താട്ടെ. അങ്ങനെ നീ പറഞ്ഞാലും ഞാൻ പാടുക. പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചാ വേണമെങ്കിൽ ഒരു 4 വരി പാടാം. ഞാൻ നിർബന്ധിച്ചു. ഞാനും നിർബന്ധിച്ചു. അവൻ തിരിച്ചു. ആ പാടുന്നെങ്കിൽ പാട്. ഇവിടെ പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. എന്റെ ദൈവമേ, നിനക്കും തിരക്കോ? എങ്കിൽ പിന്നെ 4 വരി പാടിയിട്ട് തന്നെ കാര്യം. കളവടിയടി പെണ്ണാളെ കണ്ണാളെ പെണ്ണാളെ കളി പറയണ കണ്ണാളെ മഞ്ചാടി പിഞ്ചാളെ തകതകതകതൈതാരേ ദൈതാരേ ദൈതാരേ തകതകതകതൈതാരേ ദൈതാരേ ദൈതാരേ തകതക 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 തകതക. പെണ്ണെ അല്ലിപ്പുമാലയണിഞ്ഞുവ പെണ്ണെ അടുത്തുവ പെണ്ണെ അല്ലിപ്പുമാലയണിഞ്ഞുവ പെണ്ണെ നൂലെടുക്കടി ചായം മുക്കടി പാവുതയ്യടി പെണ്ണാളെ നാളമിട്ടതിലേറി നാളെ നിന്നുടെ കല്യാണം. നൂലെടുക്കടി ചായം മുക്കടി പാവുതയ്യടി പെണ്ണാളെ നാളെ കല്യാണം. കെട്ടു കെട്ട് കെട്ടു കെട്ടു എന്റെ പെണ്ണിൻ കെട്ടാണേ. കെട്ടു കെട്ട് കെട്ടു കെട്ട് എന്റെ പെണ്ണിൻ കെട്ടാണേ. ൊലപ്പത്തിന്റെ ചന്തമല്ലേ താളും തകരയും പുത്ത പോലെ ആടിവ പെണ്ണെ അടുത്തുവ പെണ്ണെ അല്ലിപ്പുമാലയണിഞ്ഞുവ പെണ്ണെ.
പാലപ്പം കണ്ണിപ്പെരുമീനുദിച്ചു വന്നേ. ചായത്തി മുങ്ങണ നൂലു കണ്ടേ ചേലുള്ള നൂലിലെ താളം കേട്ടേ ആദിനന്ദഗതൈതാരേ ദഗതിനുന്തഗതൈതാരേ ആദിനന്ദഗതൈതാരേ ദഗതിനുന്തഗതൈതാരേ പൊന്നോളത്തിന്റെ ചന്ദനല്ലേ താഴക്കരരെ പൂത്ത പോലെ ആണിവ പെണ്ണെ അടുത്തുവ പെണ്ണെ അല്ലിപ്പുമാലെ അണിയുവ പെണ്ണെ. തട്ടകത്തുത്സവകാലമല്ലേ തഞ്ചത്തി നിന്നെ ഞാൻ തൊട്ടതല്ലേ. ആടടി പാടടി പാടിത്തിമിർക്കടി മച്ചാത്തുമാമാങ്കവേലയല്ലേ. തട്ടകത്തുത്സവകാലമല്ലേ തഞ്ചത്തി നിന്നെ ഞാൻ തൊട്ടതല്ലേ. ആടടി പാടടി പാടത്തി നിൽക്കടി മച്ചാത്തുമാമാങ്കവേലയല്ലേ. ചെമ്പട്ടുടുക്കണ ചന്ദനച്ചേലുള്ള ചുന്ദരി പെണ്ണെ കാന്താരി പൊന്നോലപ്പട്ടിന്റെ ചന്തമല്ലേ താളം തകരയും പൂത്ത പോലെ ആദിനന്ദഗതൈതാരേ ദഗതിനുന്തഗതൈതാരേ പൊന്നോലപ്പട്ടിന്റെ ചന്തമല്ലേ താഴക്കരരെ പൂത്ത പോലെ ആണിവ പെണ്ണെ അടുത്തുവ പെണ്ണെ അല്ലിപ്പുമാലെ അണിയുവ പെണ്ണെ. നൂലെടുക്കടി ചായം മുക്കടി പാവുതയ്യടി പെണ്ണാളെ താളമിട്ടതിലേറി നെയ്യടി നാളെ നിന്നുടെ കല്യാണം നൂലെടുക്കടി ചായം മുക്കടി പാവുതയ്യടി പെണ്ണാളെ താളമിട്ടതിലേറി നെയ്യടി നാളെ നിന്നുടെ കല്യാണം ചെയ്താരേ ഹിമയുടെ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ സൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഹിമ വന്നാൽ ഉടനെ അത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് അല്ലേന്ന് പറയണം. നാളെ കല്യാണത്തലേന്നായതുകൊണ്ടേ ഒന്നിനും നേരം കിട്ടില്ല. നമുക്ക് ഇത്തിരി വലിയൊരു മുറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ കല്യാണത്തിന് ആരൊക്കെയാണാവോ ഓഡിറ്റോറിയത്തിന് നേരം അല്ലേ? ഞാനേ ഹിമമോളെ നോക്കിയെന്നതാ. ക്ഷണിക്കാൻ വിട്ടുപോയ ഒരു കൂട്ടുകാരെ ക്ഷണിക്കാൻ വേണ്ടി നേരത്തെ പോയിരിക്കുക. ദൂരെയുള്ള കൂട്ടുകാരിയായിരിക്കും അതാ താമസിക്കുന്നത്. ആ മാത്രമല്ല ഇന്ന് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എന്തോ വഴിപാടുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. എന്തായാലും വന്നാലുടനെ ഇത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് അല്ലേ എന്ന് പറയണം. ഇതെന്താ ഇതെന്റെ മല്ലികേ, നാളെ കഴിഞ്ഞ് നേരം കൊടുത്താൽ പിന്നെ കല്യാണമാ. എന്നിട്ട് നീ ഇങ്ങനെ ആയാലോ? ഒരു കാര്യത്തിന് പോയാൽ ഇങ്ങനെയാണോ? എത്ര നേരമായി നീ പോയിട്ട്? എന്നിട്ട് എവിടെ എടുക്കേ? അപ്പൊ തീപ്പെട്ടിയോ? എന്താ ഇതെന്റെ മല്ലികേ? തീപ്പെട്ടി. കല്യാണത്തിന്റെ തിരക്ക് കാരണം ഇന്ന് ഉച്ചയ്ക്ക് 5 മണി വരെ മാത്രമേ താമരാക്ഷൻ ഉച്ചോർക്കുണ്ടായിരുന്നുള്ളൂ. പിന്നല്ലാതെ കിടന്നാൽ ഉറക്കം വരണ്ടേ? ഇനിയും വൈകാതെ നീ പോയി ചായ എടുത്തോണ്ട് വന്നേ. നാളെ കഴിഞ്ഞാ പിന്നെ കല്യാണമാ, അത് മനസ്സിലാക്കി ചെല്ലേ. ആ ചായക്ക് കടുപ്പം കുറയണ്ട, മധുരവും. ഓ, ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഈ കല്യാണത്തിന്റെ ഒരു ടെൻഷനും അറിയണ്ടല്ലോ. അല്ല, കല്യാണ വീടിന്റെ പടിപ്പുര വരെ എത്തി നേരത്ത് ഹെളവനെന്താ ഇങ്ങനെ ഹുന്തം വിഴുങ്ങിയ പോലെ നിൽക്കണത്? എനിക്ക് നിന്റെ അത്ര തിരക്ക് ഉത്തരവാദിത്തങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ മോളെ നോക്കിയെന്നാണ്. കൂടെ പഠിച്ച കൂട്ടുകാരിയെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി കാലത്തെ പോയിരിക്കുക. അങ്ങനെയെങ്കിൽ ഇനിയും വൈകാൻ ചാൻസ് ഉണ്ടല്ലോ. കല്യാണത്തിന് വരാൻ കഴിയാത്ത കമ്പ്യൂട്ടർ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എന്നൊരു ട്രീറ്റ് കൊടുക്കണമെന്ന് ജയനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ സദ്യയുടെ സാധനങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാൻ വേണ്ടി വിശ്വന്റെ വണ്ടി പിടിക്കാൻ വേണ്ടി പോയപ്പോഴാ അച്ഛൻ എന്നെ വിളിച്ചത്. എന്താ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞത്? വേറൊന്നുമില്ല മക്കളെ, ഹിമമോള് വരാൻ വൈകിയപ്പോ ആ വിവരം നിന്നൊന്ന് അറിയിക്കാൻ വേണ്ടി രമേശന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചതാ. പേടിക്കാനൊന്നുമില്ല, ഇന്ന് അവൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ. വൈകുമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. മറ്റന്നാൾ ഇതേ മുഹൂർത്തത്തിൽ അവരെ കൂട്ടുകാരുടെ ആങ്ങളുടെ കല്യാണം. കല്യാണത്തിന് കൂടാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് പോയി ഗിഫ്റ്റും കൊടുത്തിട്ട് വരുമെന്ന് അവൾ എന്നോടും പറഞ്ഞിരുന്നു. ഗിഫ്റ്റും കൊണ്ട് അവള് പോയതേ. അപ്പോൾ അതുമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനിയും വൈകാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതാ പാചകക്കാർക്കുള്ള തോർത്ത. തോർത്ത് കൈ കിട്ടിയാലേ രാജൻ ചട്ടുകം കയ്യിലെടുക്കൂ, ഇല്ലെങ്കിൽ അവന്റെ വായിരിക്കുന്ന തെറി മുഴുവൻ. തന്റെ മോളുടെ നിയുക്ത കെട്ടിയോനെത്തി. ഇനിയിപ്പോ എല്ലാം ഇങ്ങോട്ട് ചോദിച്ചാൽ മതി.
ഇപ്പോ ഉണ്ണുന്നതും ഉറങ്ങുന്നതും വരെ പരസ്പരം ഫോണിൽ ചർച്ച ചെയ്തിട്ടാണല്ലോ. എന്താ മക്കളെ, നിങ്ങൾ ഒരുമിച്ചല്ലേ കല്യാണം വീട്ടിൽ പോയത്? കല്യാണ വീട്ടിലല്ല നാണപ്പേ, കല്യാണം ക്ഷണിക്കാൻ. എവിടേക്കെങ്കിലും ആവട്ടെ, എന്നിട്ട് അവളെന്ത് ചെയ്യാ? നിങ്ങൾ ഒരുമിച്ചല്ലേ തിരിച്ചു പോന്നേ? ഹിമ എൻ്റെ കൂടെ എവിടേക്കും വന്നിട്ടില്ല. അവളിനി തിരിച്ചു വരികയില്ല. എന്താ ചെയ്യാ? നീ എന്തായി പറയുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? പറഞ്ഞാ? നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതല്ല. ഹിമ എനിക്ക് വിളിച്ചിരുന്നു. അവൾ സ്നേഹിക്കുന്ന കാമുവിനോടൊപ്പം പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കണമെന്നും. മാസം പറഞ്ഞാൽ കണ്ണടിച്ച് പൊട്ടിക്കും ഞാൻ. തമാശക്കാണെങ്കിൽ പോലും പറയുന്നൊരു മര്യാദ വേണ്ടേ? എന്റെ മോള് സ്നേഹിച്ചിട്ടുള്ളൂ നിന്നെയാ. എനിക്കറിയാം, അവള് നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഞാനും കരുതിയത്. പക്ഷേ ഇന്ന് അവൾ കൃത്യമായി പറഞ്ഞു, അവൾ സ്നേഹിച്ചിട്ടുള്ളത് അവളുടെ ജിതേഷിനെ മാത്രമാണെന്ന്. എനിക്കറിയില്ല. എന്നെ മനഃപൂർവ്വം ചതിച്ചെന്നും മനസാക്ഷി കുത്തില്ലാതെ പറയുന്നവളോട് അവളുടെ കാമുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ എന്തിനു തീർക്കണം? പക്ഷേ ഒരു കാര്യം ചോദിക്കാതെ അവൾ നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞു. ജിതേഷിന് കൃത്യമായൊരു ജോലി ഇല്ലാത്തതിന്റെ പ്രതിസന്ധി ഉണ്ടെന്നും അതിനാൽ കല്യാണത്തിന് വേണ്ടി വാങ്ങിവെച്ച 52 പവനും അച്ഛൻ നെയ്ത് വിവാഹസാരിയും അവൾ കൊണ്ടുപോയിട്ടുണ്ടെന്നും. എന്തിനാണ് ചിരിക്കുന്നത്? ഇത്രയും വലിയൊരു തമാശ കേൾക്കുമ്പോ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുന്നതാണപ്പേ? തന്റെ ദുരന്തമല്ല എന്നെ ഇപ്പൊ കൂടുകൂടാ ചിരിപ്പിക്കുന്നേ. ഒരു കോമാളിയെ പോലുള്ള എന്റെ മോന്റെ ഈ നിൽപ്പ. വേണ്ട വേണ്ട എന്നൊരു 100 വട്ടം ഞാൻ പറഞ്ഞതാ തള്ളയോടും മോനോടും, കേട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലണ്ട രാമരാക്ഷ. ഇത് വെറുതെ അവര് നമ്മളെ രണ്ടുപേരും കൂടെ വട്ടി കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ? അല്ലട മക്കളെ, അല്ലെങ്കിൽ തന്നെ ഒരു മകൾക്ക്, ഒരു പെൺകുട്ടിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കൂ. അഥവാ ഇനി ഏത് പെൺകുട്ടിക്ക് അതിനായാലും എന്റെ പൊന്നുമോൾക്ക് എന്നോടൊന്ന് ചെയ്യാൻ നോക്കൂ. ഇല്ല രാമരാക്ഷ, ഇത് വെറുതെയാണ് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി. ചെറുക്കൻ പറഞ്ഞ നേരെയല്ല. സ്വർണവും പുറവയൊന്നും വെച്ചിടത്ത് കാണുന്നില്ല. സ്വർണമെടുക്കാൻ ഒരു കല്യാണവും കല്യാണ ചെറുക്കനും അവൾക്ക് ആവശ്യമായിരുന്നു. സ്വർണമെടുക്കുന്നതുവരെ മാത്രം. എന്തായാലും ഇവനെ അവൾ കളഞ്ഞിട്ട് പോയതിൽ ഞാൻ അവളെ കുറ്റം പറയത്തില്ല. കാരണം അവളിച്ചിരി പ്രണയം അഭിനയിച്ചപ്പോഴത്തേക്കും കവിഴ്ന്ന് വീണ് കൊടുത്ത ഇവനെ പോലെ ഒരുത്തനെ ഏതൊരു പോകും. നമ്മളെ ചതിച്ചിട്ട് അവൾ ഒരു മെഡിക്കാമുണ്ട്. അവളെ ഇവിടുന്നാ വിളിച്ച് എങ്ങോട്ടാ പോയേ? നിനക്കറിയാമെങ്കിൽ പറ. ഒന്നുകിൽ അവളെ പറഞ്ഞു തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ കൊന്നിട്ടാണെങ്കിലും തിരികെ കൊണ്ടുവന്നവിടെ അടക്കം ചെയ്യണം. അല്ലാതെ അവനും അവളും മാത്രമായിട്ട് എങ്ങനെ മെഡിക്കലാവണ്ട. പറ മക്കളെ, അവളെവിടെ നടാ വിളിച്ചേ? എങ്ങോട്ടാ പോയേ? തേച്ചിട്ട് പോയ കാമുകി ഓണപോക്കിൽ വഞ്ചിക്കപ്പെട്ട കാമുവിനോടായി കുറെ അപേക്ഷകളും സമർപ്പിച്ചിരുന്നു. അതിലാദ്യത്തേത് ഒരിക്കലും തന്നെ തേടി വരരുതെന്ന് അച്ഛനോടും മുത്തച്ഛനോടും പറയാനായിരുന്നു. അച്ഛനും മുത്തച്ഛനും ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇടയില്ലാത്തൊരു ബന്ധമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു നാടകം കളിക്കേണ്ടി വന്നതെന്നും ശപിക്കരുതെന്നും പറയാൻ പറഞ്ഞു. കൊണ്ടുപോയ സ്വർണം അവൾക്ക് അവകാശപ്പെട്ടതാണെങ്കിലും വിദേശ ഒരു ജോലിയും സമ്പാദ്യമൊക്കെ ആവുന്ന കാലത്ത് പറ്റുമെങ്കിൽ തിരിച്ചു തന്നോളാന്നും പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മറന്നുപോയതാവണം. എന്നോടൊരു സോറി പോലും അവൾ പറഞ്ഞില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് അവൾക്ക്
തരത്തില്ല. നീ വെറും ഊള. പോയി ചത്തുടടാ നിനക്ക്. അവള് ചെയ്ത ചെറ്റത്തരത്തിന് ചെറുക്കനെ പറയുന്നത് എന്തിനാടാ താമരാക്ഷ? മക്കളെ, നമ്മളിൽ എന്താടാ ചെയ്യണ്ടേ? കണ്ടുപിടിച്ച് കൊല്ലണം രണ്ടിനെയും. നിന്നോട് അവൾ കാണിക്കാത്ത ദയ നീ എന്തിനാടാ ജയ അവളോട് കാണിക്കുന്നേ? നിനക്കറിയാമെങ്കിൽ പറ, അവൾ എവിടെ നിന്നാടാ വിളിച്ച്? എങ്ങോട്ടാ പോയേ? ഹിമ എന്നെ ഇപ്പോൾ ഒരു വിഡ്ഢിയല്ലാത്തത് കൊണ്ട് തന്നെ വ്യക്തമായൊന്നും പറഞ്ഞില്ല. ഇഷ്ടമുള്ളവർ ഒരുമിച്ച് ജീവിക്കട്ടെ മാമ. ജീവിതം മിടുക്കുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ അച്ഛൻ പറഞ്ഞ മാതിരി എന്നെ പോലുള്ള ഊളകൾക്കുള്ളതല്ല. നിനക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയ്. അത് വെച്ച് പോലീസിലെങ്കിലും ഒന്ന് പരാതിപ്പെടാലോ. ഹിമയെ ഒറ്റാൻ എനിക്കാവില്ല. കാരണം അവൾ എന്നെ അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വട്ടുകളിപ്പിച്ചാണെങ്കിലും ഞാൻ അവളെ സ്നേഹിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടാണ്. ആരെയാ വിശ്വസിക്കേണ്ടത്? ഈ ലോകത്തിന് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മുടെ സ്വന്തമാണെന്ന് കരുതിയ വെളിക്കല ചതിക്കുമെങ്കിൽ പിന്നെ ഈ ലോകത്തിനെ ആരെയാണ് അച്ഛ നമ്മൾ വിശ്വസിക്കുന്നത്? തൽക്കാലം സ്വർണത്തിന് വേണ്ടി അവള് നമ്മളെ കുറെ കുരങ്ങ് കൽപ്പിച്ചു എന്നല്ലാതെ പൊന്നിന് വേണ്ടി അവള് നമ്മളെ കൊന്നില്ലല്ലോ എന്ന് സമാധാനിക്കുന്നതാണ്. അല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ചെറുക്കൻ എന്താ കേട്ടപ്പോ പോലും കാണിക്കാതെ പോയത്? നിങ്ങൾ അവനെ വഴക്കുമല്ലോ പറഞ്ഞു. കാര്യം കല്യാണത്തിൽ ഓടിച്ചോടുന്ന സദ്യ ഉണ്ടെങ്കിലും അന്നുമായിട്ട് ഇവിടെ കുറെ വിരുന്നുകാരൊക്കെ കാണില്ലേ? അവർക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യമല്ലോ നോക്കട്ടെയോ? അന്ന് വൈകുന്നേരം ഇവിടെ എന്തിനാ ആള് കൂടുന്നേ? നിന്റെ മോന്റെ അടക്കത്തിൽ പങ്കുചേരാനോ? ഈ കല്യാണം നടക്കില്ല. പുല്ല്. ഇതൊക്കെ നശിപ്പിച്ചാൽ നിന്റെ മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ എല്ലാം വാരി കൂട്ടിയിട്ട് കത്തിക്കണ. ചിത കത്തും പോലെ കത്തട്ടെ. പരിപ്പൊന്ന് വിളമ്പി എന്തിനാ വിളിച്ചേ? മകളെയായാലും കൊച്ചുമോളെയായാലും ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്നതും അത് നടത്താൻ നോക്കുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞൂടെ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒക്കെയുള്ള മൗലിക അവകാശമുണ്ടെന്ന് ഇത്രയും പ്രായത്തിനിടയിൽ എന്തേ മനസ്സിലാക്കിയില്ല? എന്നിട്ട് കേസ് കൊടുക്കാനും സ്റ്റേഷനിലേക്ക് ചെല്ലാനും എന്നെ നിർബന്ധിച്ചത് ആരാ? ആ SI എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. കൂട്ടത്തിലറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പരാതിക്കാരനായി എന്നെ SI പഠിപ്പിച്ചു. പ്രായപൂർത്തിയായ മക്കളുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച്. ഇവിടെ ഒരു തരത്തിലുമുള്ള മൗലിക അവകാശങ്ങളും ഇല്ലാത്ത വിഭാഗം മാതാപിതാക്കളാ.
ഒന്നിനും കൊള്ളാത്ത അവസ ജന്മങ്ങൾ. എങ്കിലേ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുള്ള ഒരു അച്ഛനല്ലേടാ ഞാനും. അന്ന് നീ നെയ്ത്ത് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോഴാ ഞാൻ പറയണേ, നാണപ്പേ വരുന്ന ചിങ്ങം 19 നിന്റെ കല്യാണമാണ് കേട്ടോ എന്ന്. ഓ അന്നേരം കമ്പനിയിൽ ലീവ് പറയണ്ടേ അച്ഛാ എന്നല്ലാതെ ഏതാണ് പെണ്ണെന്നോ എവിടാണ് നാടെന്നോ കുടുംബമെന്നോ ഒരക്ഷരം നീ ചോദിച്ചില്ലല്ലോ. ചോദിക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തുന്നത് എനിക്ക് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും നല്ലത് തന്നെയായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. അത് സത്യവുമായിരുന്നല്ലോ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ജീവിതാനുഭവം കുറഞ്ഞ മക്കളേക്കാൾ ജീവിതാനുഭവമുള്ള മാതാപിതാക്കൾ തന്നെയാണ് നല്ലത്. ഇതൊന്നും ആ SIയോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട്, പാവം ജയൻ, അവന്റെ നന്മയും വ്യക്തിത്വവും തിരിച്ചറിയാനായില്ല അവൾക്ക്. അവനേക്കാൾ വലിയ ഗുണങ്ങൾ എന്തെങ്കിലും മാറ്റമില്ല അവൾ കണ്ടു കാണോടാ. എന്ത് ഗുണം? അവൻ അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കണമായിരുന്നു. ചിലപ്പോ നമ്മൾ കൊടുക്കില്ലെന്ന് പറഞ്ഞേക്കാം. അപ്പൊ തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ അതാണത്വം. ഇത് 2 കുടുംബങ്ങൾ തമ്മിൽ കുരങ്ങ് കളിപ്പിച്ച് അവിടെ തന്ത ഇരന്നും കിടപ്പാടം പണയപ്പെടുത്തി വാങ്ങിയ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി കാമുകിയെ കൊണ്ട് നാടകം കളിപ്പിച്ച് കാര്യം കാണും വരെ കല്യാണം ഉറപ്പിച്ചവനോട് കൊഞ്ചിക്കുടയാനും പ്രേമം അഭിനയിക്കാനും വരെ ചട്ടം കെട്ടിച്ചു അവൻ. നാളെ അവൻ അവളെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിക്കില്ലെന്നെ മനസ്സ്. എനിക്ക് പേടിയുണ്ട്. എന്റെ മോളെവിടെ, ഏതവസ്ഥയില്ല, ഒന്നും അറിയില്ല. അവള് ആഹാരം കഴിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അവിടെ അമ്മ മരിച്ചേ പിന്നെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞാച്ച. അത് ഒളിച്ചോട്ടത്തിന്റെ മൗലികാവകാശം പഠിപ്പിച്ച SIക്ക് അറിയില്ലല്ലോ. എവിടായിരുന്നാലും എന്റെ കുഞ്ഞ് നന്നായിരിക്കണേ ഈശ്വര എന്നാ പ്രാർത്ഥന. അവൾക്കിനി എന്ത് സംഭവിച്ചാലും നിനക്കെന്താണ് നാണപ്പേ? എന്നെ സംബന്ധിച്ചിടത്തോളം അവളിപ്പോ എന്റെ മരിച്ചുപോയ കൊച്ചുമോളാ. നേരെ ഉത്തര ആയില്ലേടാ. സ്വന്തം ഫോൺ ഓഫാക്കി വെച്ച് മധുവിധ ആഘോഷിക്കുന്ന ആ വൃത്തികെട്ടവൾക്ക് ഇത്രയും കാലം അവൾക്ക് വേണ്ടി ജീവിച്ച നിന്നെ ഈ കിളവന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാനെങ്കിലും ഒന്നും വിളിച്ചു ചോദിക്കാനുള്ള മനസ്സ് വന്നില്ലല്ലോ. നാണപ്പേ, നീ അവളെ എങ്ങും മനസ്സിന്ന് കള. എന്നിട്ടേ അവളെ മൂലം നമുക്കുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കടാ. ഓഡിറ്റോറിയത്തിന് കൊടുത്ത അഡ്വാൻസ്, ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന ഈ സീസണില് തലേ ദിവസം വിളിച്ചു പറഞ്ഞാലും അഡ്വാൻസ് തുക തിരികെ കിട്ടില്ല. ചിലപ്പോ നഷ്ടപരിഹാരവും വെച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ സദ്യക്ക് കൊടുത്ത പണം, വണ്ടികൾക്ക് കൊടുത്തത്, കെട്ടിമേളക്കാരും പൂക്കാരും വരെയുള്ളവർക്ക് ഇതുവരെ കൊടുത്തതും ഇനി കൊടുക്കേണ്ടതുമായ പൈസയെ കുറിച്ച് ചിന്തിക്കുക. അതൊക്കെ നിസ്സാര കേസല്ലേ? അവൾ അടിച്ചുകൊണ്ട് പോയ സ്വർണം എടുക്കാൻ വേണ്ടി കുടിക്കടവും പോക്കുവരവും നടത്തി ആധാരപത്രം വരെ എഴുതി കൊടുത്ത നീ പ്രഭാകര മേനോന്റെ കയ്യിൽ നിന്ന് 11 ലക്ഷം രൂപ വാങ്ങിയത്. പ്രഭാകര മേനോൻ മാന്യനായതുകൊണ്ട് പലിശ കൊടുത്താൽ അളവ് തന്നേക്കും. എന്നാലും കല്യാണം കഴിഞ്ഞ കരക്കാർ തരുന്ന കവറ് പണം എടുത്ത് പെട്ടെന്ന് കൊടുത്തു തീർക്കാമെന്നേറ്റ 2 ലക്ഷം രൂപ
നീ അതെങ്ങനെ കൊടുത്തു തീർക്കോടാ? കല്യാണം കഴിഞ്ഞാലല്ലേ കരക്കാര് പണം തരൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത എവിടെയും എത്താതെ അവസാനിച്ചു. അതിലും വലിയ ബാധ്യത എന്താല്ലേ വെച്ചാ ഈ വീടും കിടപ്പാടോ. അച്ഛൻ വാ. ശിഷ്ടകാലം നമുക്ക് ജീവിക്കാനും മരിക്കാനും വേണ്ടി മാത്രം എത്രയോ കടത്തിണ്ണകളും അമ്പലനടകളും നീണ്ടു നിരന്ന് കിടക്കുന്നുണ്ട് ഈ നാട്ടിൽ. മക്കളെ, അച്ഛൻ വെക്കോ, അച്ഛൻ സമാധാനമായിട്ട് പോയി കിടന്നു തുടങ്ങ. എന്തായാലും എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് ഞാനങ്ങും പോവില്ല. കാരണം എനിക്ക് ഈ മക്കളുടെ മറ്റേ മൗലിക അവകാശങ്ങളെ കുറിച്ച് അറിയത്തില്ലല്ലോ അച്ഛ. അച്ഛൻ വെക്കോ, ഞാൻ വന്നോളാം. നല്ല നിലയ്ക്കായിരുന്നെങ്കിൽ നാളെ നേരം പുലർന്ന നമ്മുടെ മോടെ വിവാഹമായിരുന്നു. നിന്റെ മോടെ എന്റെ വളർത്തു ദോഷമാണെന്ന് നീ പറഞ്ഞോ. പക്ഷേ മക്കളെ കുറിച്ചുള്ള എന്റെയും നിന്റെയും സ്വപ്നങ്ങള് വെള്ളത്തിലായിടിയേ. ഞാൻ പിന്നെ ആലോചിക്കുക അമ്പിയെ, നിന്നെപ്പോലെ മക്കൾക്ക് വേണ്ടി മുന്നിൽ മരണമാണോ എന്ന് ഓർക്കാതെ എടുത്തു ചാടുന്ന മാതാപിതാക്കളെ കുറിച്ച്. നീ അവൾക്ക് വേണ്ടി നേരത്തെ മുങ്ങി മരിച്ചു. ഞാൻ അവൾക്ക് വേണ്ടി നേറി മരണം കാത്തിരിക്കുന്നു. മക്കൾ എന്താണോ ഇങ്ങനെ? അതോ മാതാപിതാക്കളാണോ നന്നാവാത്ത? ആ ചെറുക്കൻ ചെയ്യാൻ ബുദ്ധിമോശം കാണിച്ചടാ. അവനൊരു കുറിപ്പെഴുതി വെച്ചോണ്ട് ആ ചെറുക്കൻ ഒരു കയറി കെട്ടി തൂങ്ങി. എൻ്റെ മരണം ആരെയും തോൽപ്പിക്കാനല്ല. എൻ്റെ മരണം കൊണ്ട് പാവം എൻ്റെ അമ്മയും അച്ഛനുമല്ലാതെ ആരും തോൽക്കുകയുമില്ല. ആണായി പിറന്നതുകൊണ്ട് മാത്രമാണ് ഇന്നെനിക്ക് മരിക്കേണ്ടി വരുന്നത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നു, നീ ഒരാണല്ലാത്തത് കൊണ്ടാണ് അവൾ നിന്നെ വിട്ടുപോയതെന്ന്. നീ ഒരാണായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നീ അവളെ മുതലാക്കിയിരുന്നേനെന്ന്. മുതൽ, ലാഭം, നഷ്ടം ഇതൊക്കെ ബന്ധപ്പെടുത്തി പെണ്ണും ആണും തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്താമോ? എനിക്കറിയില്ല. എന്തായാലും 52 പൗണ്ട് സ്വർണത്തിൻ്റെ ലാഭം കണക്കാക്കി ഞാനടക്കം ഈ ലോകത്തെ തന്നെ തേച്ചുപോകാൻ എൻ്റെ ഹിമയ്ക്ക് കഴിഞ്ഞതെങ്ങനെ? കപടമായിരുന്നെങ്കിൽ നീ ഇത്ര തീവ്രമായി എന്നോട് സ്നേഹം ഭാവിച്ചതെന്തിന്? ഒരുപാട് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഫോണിലും നേരിട്ടും എന്നെ പരിഹസിക്കുന്നു. അവരുടെ ലജ്ജിപ്പിക്കുന്ന കമന്റുകൾ. ഓഫീസിൽ പോകാനോ നാട്ടിലിറങ്ങാനോ വയ്യാതെ ഞാൻ ഇല്ല,
മരണമൊഴിയാണെങ്കിൽ പോലും എഴുതി വിറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹൃദ്രോഗിയായ എൻ്റെ അമ്മ, വയ്യാത്ത ശരീരവും കാലം വെച്ച് ഈ നാട് മുഴുവൻ നടന്ന് ക്ഷണിച്ചവർ നാളെ കല്യാണം കൂടാൻ എത്തുമ്പോൾ അവർക്ക് പങ്കുകൊള്ളാൻ എന്തെങ്കിലും ഒരു വിശേഷം വേണം. അത് എൻ്റെ ശവമടക്കാവട്ടെ. അവൾ തന്നെയാ എല്ലാം ചെയ്യുന്നേ. അസ്ഥി പറിക്കുന്നതും കൊള്ളി വെച്ചതും എല്ലാം അവൾ തന്നെയാ. അവള് പണ്ടേ ഉത്സാഹിയാ. എനിക്ക് മടിയായതുകൊണ്ട് ഞാനിവിടെ വിട്ട് എഴുന്നേറ്റില്ല. എന്റെ മോനെ പട്ടണയിലേക്ക് എടുത്തപ്പോഴും വിറക് മൂടുന്നിടത്തേക്കും കൊള്ളി വെച്ച് കത്തിക്കുന്നിടത്തേക്കും ഒരിടത്തേക്കും ഞാൻ പോയില്ല. കാരണം നമ്മളൊക്കെ മരിച്ച് മണ്ണാകുന്നതിന് മുമ്പേ നമ്മുടെ മക്കളും മണ്ണാവുന്നത് കാണാനല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ആ വഴിക്ക് പോയില്ല. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നിനക്ക് വെറുപ്പോടെ ഒന്നും പറയാനില്ലേ താമരക്ഷ? ഞാനും എന്റെ മോളും കാരണമാണല്ലോ നിന്റെ മകൻ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്റെ മോനൊരു പൊട്ടനായതുകൊണ്ട് അവൻ മരിച്ചേ. അല്ലെങ്കിൽ തന്റെ മോളെ പോലൊരു പെരുകളിയുടെ പേരിൽ അവൻ ചാവില്ലല്ലോ. നാണപ്പേട്ട, ബലികർമ്മങ്ങളൊക്കെ ശുഭമായി എന്നാ കർമ്മി പറഞ്ഞത്. നിങ്ങളോട് കേൾക്കാനാ പറയണേ. കാക്ക കൃത്യമായി ബലിച്ചോറെടുത്തു. നിമിത്തങ്ങൾ നന്നായി എന്നാ കർമ്മി പറഞ്ഞത്. എന്റെ മോന് പരലോകത്ത് മോശം ലഭിക്കുമത്രേ. ഈ ലോകത്ത് തോറ്റുപോയവന് പരലോകത്തെങ്കിലും ജയമുണ്ടാവട്ടെ, മോക്ഷമുണ്ടാവട്ടെ. അമ്മേ, അവനെ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടവൾക്ക് ഈ ലോകത്തും പരലോകത്തും മോക്ഷമുണ്ടാവില്ല. അവളെ ജനിപ്പിച്ച എനിക്ക് നിന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് തിന്നാൻ എടുത്തോണ്ട് പാടി. കാക്കയ്ക്ക് ബലിച്ചോറിട്ടതുകൊണ്ട് എന്റെ വിശപ്പ് മാറില്ലല്ലോ. എന്റെ വിശപ്പ് മാറില്ലല്ലോ. എന്തോ ഈടെയായി ഭയങ്കര വിശപ്പ. മക്കളുടെ അടക്കച്ചോറും അടിയന്തിരച്ചോറും ഒക്കെ ഉണ്ടാനുള്ള യോഗം വല്ലാത്തൊരു തീറ്റ ഭാഗ്യമുള്ളവർക്കേ ഉണ്ടാവൂ. എന്തോ എനിക്കതുണ്ടായി. തിന്നാനെടുത്തോണ്ട് പാടി കൊണ്ടുവരാ. അന്ന് ഞാൻ സദ്യയുടെ കൂട്ടം പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തിനാ നിന്റെ മോന്റെ അടക്കത്തിന് വരുന്നവർക്ക് കൊടുക്കാനാണോ എന്ന് പറഞ്ഞതുപോലെ അന്ന് എന്തുമാത്രം ആളുകളാ എന്റെ മോന്റെ അടക്കത്തിന് കൂടിയത്. ചോറ് തികയാതെ വീണ്ടും വീണ്ടും അരിയിട്ടു എന്നാ കേട്ടത്. അടക്കത്തിനായാലും കല്യാണത്തിനായാലും ചോറ് ചോറ് തന്നെയാ അല്ലേ നാണപ്പേട്ട? ഈ നാട്ടുകാർക്ക് എന്റെ മോന്റെ വിവാഹച്ചോറ് വിധിച്ചിട്ടില്ല. അടിയന്തരച്ചോറ് മാത്രമേ. അല്ലെങ്കിൽ നീയും താമരാക്ഷനും എന്നെ പുലഭ്യൻ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ശപിച്ചിരുന്നെങ്കിൽ, മുഖമടച്ചൊന്ന് അടിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് വേദനിക്കില്ലായിരുന്നു. പക്ഷേ ചങ്കിൽ തിറക്കുന്ന ഈ വാക്കുകൾ, മകൾ മരിച്ചൊരച്ഛനാണോ ഞാനും? മരിച്ചു, മനസ്സിൽ വെച്ച് തന്നെ കൊള്ളിവെക്കുകയും ചെയ്തു.
തിരിച്ചു വരും. തിരിച്ചു വരട്ടെ. ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്നാ പ്രാർത്ഥന. കണ്ടാൽ ഇവനവളെ കൊല്ലും. അവളെ കൊണ്ടുപോയ ആ നെറികെട്ടവന് അവരുടെ മോളെ മരുമോനെ അവർ കൊല്ലുകയോ തിന്നുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതൊക്കെ അവരുടെ കുടുംബകാര്യം. നീ എനിക്ക് തിന്നാൻ എടുത്തോണ്ട് പാടി കൊണ്ടുവരാം. ഈ രണ്ട് കുടുംബത്തും ഇപ്പോ ഓരോ മക്കൾക്കുമുള്ള അരി മിച്ചമാ. അതത്രയും നമ്മൾ തന്നെ തിന്ന് തീർക്കണ്ടേ. മിണ്ടാതെ കടന്നു കളഞ്ഞ മക്കളുടെ അരി തിന്ന് തീർക്കേണ്ട ഗതികെട്ട ജന്മങ്ങൾ. വായിക്ക് അരിയിടാൻ പോലും മക്കളെ ബാക്കി വെക്കാതെ എന്തിനാ എന്റെ ദൈവങ്ങളെ. മൊഴിയറ്റൊരു നിലവിളിയായി ഉയിർ വാങ്ങി പോകുന്നു പൈതൽ തിരുനാളം ദൂരെ. മിന്നൽ പൊലിവേഗം പോലെ ആത്മോദകമേക ഇനി മിഴിനീർ മാത്രം. മൊഴിയറ്റൊരു നിലവിളിയായി ഉയിർ വാങ്ങി പോകുന്നു പൈതൽ തിരുനാളം ദൂരെ. മിന്നൽ പൊലിവേഗം പോലെ ആത്മോദകമേകാനിനി മിഴിനീർ മാത്രം. വീണലിയുന്നിതാ മൊഴിയറ്റൊരു നിലവിളിയായി ഉയിർ വാങ്ങി പോകുന്നു പൈതൽ തിരുനാളം ദൂരെ. മിന്നൽ പൊലിവേഗം പോലെ ആത്മോദകമേകാനിനി മിഴിനീർ മാത്രം. ആകാശത്തൊരു താരം നിഴൽ മൂടി താഴുമ്പോൾ ആകാശത്തൊരു താരം നിഴൽ മൂടി താഴും നേരം നന്മമരം ഓർമ്മയായി കാലത്തിൻ വഴിയരികിൽ മുളപൊട്ടിയ ആശകളെല്ലാം കനൽ തീണ്ടി കരിയുന്നിതാ.
മറ്റൊരു നിലവിളിയായി ഉയിർ വാങ്ങിപ്പോകുന്നു പൈതൽ തിരുനാളം ദൂരെ മിന്നൽ പൊലിവേഗം പോലെ ആത്മോദകമേകാൻ ഇനി മിഴിനീർ മാത്രം. തുടർന്ന് എനിക്കും അച്ഛനും ആ വീട്ടിൽ കഴിയാനാവില്ലെന്ന അവസ്ഥ വന്നു. വസ്തു പണയപ്പെടുത്തിയിരുന്ന പ്രഭാകരമേനോൻ ശല്യം ചെയ്തതുകൊണ്ടോ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ടോ ആയിരുന്നില്ല. എൻ്റെ മകൾ മൂലം തകർന്നു പോയൊരു കുടുംബത്തെ ഓരോ ദിവസവും അഭിമുഖീകരിക്കാനുള്ള ഭയത്താലുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു അത്. ഒരു തരത്തിലും വെട്ടിത്തീർക്കാനാവാത്ത ആജീവനാന്ത ബാധ്യതകളിൽ നിന്നുമുള്ള പലായനം. ഞങ്ങൾ പോവുക. ഏതെങ്കിലും ഒരു പാതിരാത്രിയിൽ ആരോടും പറയാതെ പോകണമെന്ന് ആദ്യം കരുതിയത്. എന്നാലും ഇത്രയും കാലം കളിച്ചും ചിരിച്ചും കലഹിച്ചും ഒരുമിച്ച് ജീവിച്ചിട്ട് പറയാതെ പോകുന്നതൊരു ശരിയല്ലല്ലോ എന്ന് തോന്നി. താമരാക്ഷ താമരാക്ഷ താമരാക്ഷോ, ഞങ്ങൾ പോവാട്ടോ. ഇനി തമ്മി കണ്ടുകൊള്ളണമെന്നില്ല. താമരാക്ഷ, ഞങ്ങള് നല്ല കാര്യം. പോകാൻ കഴിയുന്നവരൊക്കെ വേഗം വേഗം പോയാട്ടെ. പോകാൻ മടിയുള്ള എന്നെപ്പോലുള്ളവരിക്കട്ടെ. ഇങ്ങനെ മുടിയാനായിട്ട് ഞങ്ങളുടെ കൺമുന്നിൽ കാണുന്ന കാലം മുഴുവൻ നിന്റെ കലിയടങ്ങില്ല. നിങ്ങളെ കാണുന്ന കാലത്തോളം ഞങ്ങളുടെ കുറ്റബോധം മാറില്ല. അതുകൊണ്ട് മാത്രമല്ല താമരാക്ഷ, പണയപ്പെടുത്തിയ വസ്തു തിരികെ പിടിക്കാൻ എനിക്ക് ആവതില്ലടോ. അതിനുള്ള മനസ്സുമില്ല, ആയുസ്സും ബാക്കിയില്ല. ഇനിയെങ്കിലും ഈ വീട്ടിൽ താമസത്തിന് വരുന്നവർ നിനക്ക് നല്ലൊരു അയൽക്കാരാവട്ടെ. പറഞ്ഞടോ, മല്ലികയോട് നീ പറഞ്ഞാ മതി. മല്ലികയോടോ? അതേപോലെ പ്രശ്നം. അവളെ ഞാൻ പിടിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ഇന്നലെ അവള് പറഞ്ഞിരുന്നു എല്ലാ കടമകളും അവസാനിച്ചു, ഇനി ഒരു ബാധ്യതയും ബാക്കിയില്ല, വേണമെങ്കിൽ മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാമെന്ന്. ഇന്നെന്തോ ഞാൻ പിടിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, അനക്കം പോലും ഇല്ല. താമരാക്ഷം അവളുടെ മോനെ പോലെ അവള് ബുദ്ധിമോശമൊന്നും കാണിക്കത്തില്ല. മരിക്കാൻ പാകത്തിന് അസുഖങ്ങൾ അനവധി നേരത്തെ ഉണ്ടല്ലോ അവൾക്ക്. മകനെ കുറിച്ചുള്ള ബാധ്യതകളായിരുന്നു അവളുടെ ജീവനെ ഇതുവരെ പിടിച്ചു നിർത്തിയിരുന്നതേ. കടമകൾ അവസാനിച്ചപ്പോ മനസ്സമാധാനത്തോടെ മരിച്ചു. എനിക്കാരുമില്ലാണ്ടായി. എന്നെ കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു സിനിമ നടനല്ലേ. എന്റെ കാര്യം സിനിമാക്കാര് നോക്കുമായിരിക്കുമല്ലേ. സിനിമ മല്ലിക പോയി. എടാ, ഇങ്ങനെ കിടത്തിയാ മതിയോ? ആളുകൾ അറിയിക്കണ്ടടാ.
കാര്യങ്ങൾ ചെയ്യണ്ടടാ. ഓ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പണ്ടേ പുറത്തിറങ്ങിയ കാര്യങ്ങൾ ചെയ്ത് എനിക്കൊരു ശീലമില്ല. അവിടെ കിടക്കട്ടെ. ആ, നിങ്ങളൊരു യാത്രക്ക് ഇറങ്ങിയതല്ലേ? തടസ്സപ്പെടണ്ട. ശവം ശുഭശകനമെന്ന് കരുതി യാത്ര പോയാട്ടെ. ഞാനിവിടെ ഉണ്ടാവും, ഈ വീട്ടുമുറ്റത്ത് മരണം വരെ. മരിച്ചവരോട് നമ്മൾ കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. നമ്മളത് ചെയ്യണം താമരാക്ഷ. ജീവനുള്ള എന്റെ വീടിനെ മരണ വീടാക്കിയിട്ട് എന്റെ മല്ലികയുടെ ശവത്തിനോട് എന്ത് മര്യാദയാണ് നിനക്ക് നിറവേറ്റാനുള്ളത്? വേണ്ട, അതവിടെ കിടന്ന് ചീഞ്ഞ് നാറിയാലും നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. കൊന്ന പാപം അടക്കം ചെയ്ത് തീർക്കട്ടോ. ഞാൻ മല്ലികയെ അടക്കം ചെയ്തിട്ട് ഞാൻ മടങ്ങൂ. എല്ലാറ്റിനും കാരണക്കാരി എൻ്റെ മകളും കുടുംബവുമായതുകൊണ്ട് കുഴിവെട്ടി മൂടിയിട്ട് ഞാൻ മടങ്ങൂ. അച്ചമ്പ, ആദ്യം ഗതികെട്ട ആ അമ്മയെ വെടിപ്പുള്ളൊരു പായയിലേക്ക് ഇറക്കി കിടത്തണം. മല്ലികയുടെ അടക്കം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോഴും ആ ഉമ്മറത്ത് താമരാക്ഷൻ അതേ ഇരിപ്പ് തുടരുകയായിരുന്നു. ഒരു മികച്ച വേഷത്തിനായി ആരെങ്കിലും വിളിക്കും വരെ ഇതേ ഇരിപ്പിരിക്കുമെന്ന മട്ടിൽ. സിനിമാ ചരിത്രത്തിലില്ലാത്ത ആ സിനിമാക്കാരന് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കിന്നും അറിയില്ല. അലക്ഷ്യമായ ആ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് എൻ്റെ മക്കൾക്ക് വിഷമമുണ്ടോടാ? എനിക്കറിയാമച്ച, എൻ്റെ അച്ഛൻ എന്നെ തനിച്ചാക്കി പോകും. എൻ്റെ അച്ഛന് ശാന്തി ലഭിക്കുമെങ്കിൽ എനിക്ക് വിഷമമില്ലച്ച. ഗംഗാജലമാണ്, കുടിക്കൂ. ഞാൻ ഭാഗ്യമുള്ള അച്ഛനാ. എൻ്റെ മോൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ മരിക്കുന്നെങ്കിൽ പോലും അതെൻ്റെ മോൻ്റെ മടി കിടന്ന. പക്ഷേ എൻ്റെ മോൻ, നീ എന്തൊരു ഭാഗ്യം കെട്ട അച്ഛനായി പോയടാ മക്കളെ. അവളെ കണ്ടുപിടിക്കണം. ആ നെറികെട്ടവനെ നമ്മളെ പെരുവഴിയിലാക്കിയ. അച്ഛാ, അച്ഛാ, പോയല്ലേ?
എന്നെ ഈ ഗംഗാതീരത്ത് തനിച്ചാക്കി അച്ഛനും പോയില്ലേ? മരണനേരത്ത് എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ അവരെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. കിട്ടിയ അറിവുകളും സൂചനകളും വെച്ച് ഞാനവരെ തേടി അലഞ്ഞു. ഒടുവിൽ 2 കുടുംബങ്ങളുടെ കുറ്റിയേർത്ത് എൻ്റെ മകളെയും പറിച്ചെടുത്ത് പോയവൻ്റെ ജോലി സ്ഥലം ഞാൻ കണ്ടെത്തി. അവൻ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഞാൻ അവനെ കണ്ടു. ഇപ്പോൾ ഇതെഴുതി നിർത്തുന്ന ഈ നിമിഷം വരെ ഞാൻ അവനോടൊപ്പം ഒരു തീവണ്ടിയിൽ ഒരേ ബോഗിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഒരു കാര്യം ഉറപ്പാ, ഞാൻ അവനെ കൊല്ലും. ജീവിച്ചിരിക്കാൻ ഒരു കാരണമുണ്ടാകണം, ലക്ഷ്യമുണ്ടാകണം. എന്റെ അംബിക മരിച്ചതിന് ശേഷം എനിക്കത് എന്റെ മകളെ വളർത്തി വലുതാക്കി ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു. അതും തകർത്ത് നീ അവളെ കൊണ്ട് കടന്നു കളഞ്ഞ പിന്നെ എന്റെ ജീവിത ലക്ഷ്യം നിന്നെ കണ്ടെത്തി കൊല്ലണമെന്നത് തന്നെയായിരുന്നു. അതേടാ, നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കാലം ഞാൻ ചാകാതിരുന്നത്. ചതിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ചെയ്തത്. ഒരുപാട് പേരുടെ ജീവിതം തകർത്തുകൊണ്ടാണോടാ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന കാലം തൊട്ട് തന്തയും തള്ളയും സകല സന്തോഷവും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. ജീവിതത്തെ തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ചട്ടക്കൂടിലേക്ക് മാറ്റി പ്രദർശിക്കും. മക്കൾക്ക് വേണ്ടിയുള്ള വിനോദങ്ങൾ, അവരെ കുറിച്ചുള്ള വേവലാതികൾ, അന്തമില്ലാത്ത ഉത്കണ്ഠകൾ. ഒടുവിൽ അതെല്ലാം വെറുതെയാക്കിക്കൊണ്ട് നിന്നെ പോലുള്ളവർ അച്ഛനമ്മമാരുടെ ചങ്കിൽ കത്തി കയറ്റി മക്കളെയും കൊണ്ട് കടന്നു കളയും. അതിന് പ്രണയം മൗലിക അവകാശമെന്ന് ആരൊക്കെ പറഞ്ഞാലും എന്നെ പോലുള്ള ചതിക്കപ്പെട്ട തന്തമാർ അതിനെ പറ്റി പറയുക കൊലയാടിത്തരമെന്ന്. ഞാനല്ല, നിങ്ങളുടെ മകളാ. ഞാൻ അച്ഛനമ്മമാരെ ചതിച്ചിട്ടില്ല, ചതിക്കാമില്ല. നിന്റെ മാതാപിതാക്കളെ നീ ചതിക്കില്ല, കാരണം അത് നിന്റെയാണല്ലോ. പകരം നിന്നെ വിശ്വസിച്ചവളെ കൊണ്ട് നീ അത് ചെയ്യിച്ചു. എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തു പണയം കൊടുത്തു വാങ്ങിയ 52 പവൻ നീ തിന്ന് തീർത്തു കാണും. പക്ഷെ അതിന്റെ ഉടമ അടക്കം ചെയ്യാൻ ഒരു തരി മണ്ണ് പോലുമില്ലാതെ ഗംഗാതീരത്ത് കിടന്നു മരണമടഞ്ഞു. അവൾ പ്രണയം നടിച്ചു ചതിച്ച ചെറുപ്പക്കാരൻ പാടുമരണമടഞ്ഞു. അവന്റെ അമ്മ ആയുസ്സെത്താതെ ചത്തു. എന്നിട്ടും ഞാൻ ചാകാതിരുന്നത് എല്ലാത്തിനും കാരണക്കാരനായി നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്.
ജിതേഷിന്റെ ജാതി കുടുംബം അതൊന്നും അച്ഛനോ മുത്തച്ഛനോ അംഗീകരിച്ചതല്ലെന്ന് അറിയാവുന്ന കൊണ്ടാ സ്വർണ്ണമൊന്നും എടുക്കണ്ട ജിതേഷ് ഇട്ടം പറഞ്ഞതാ. എന്നിട്ടും ഞാനാ അച്ഛ ഇഷ്ടമുള്ള ഒരാളോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ അച്ഛ. അല്ലാതെ ആരെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് ഞങ്ങൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിനുള്ള മൂലധനം അന്ന് ഞാൻ കട്ടെടുത്ത സ്വർണം തന്നെയാ. അച്ഛൻ എന്നെ വേണമെങ്കിൽ കൊന്നോ, എന്നാലും എന്റെ മോൾക്ക് അവളുടെ അച്ഛനെ ഇല്ലാതാക്കല്ലേ അച്ഛ. അഴാതെ കണ്ണാ, അഴാതെ അഴാതെ കണ്ണാ, അഴാതെ. ഇതാണ് ഈ വിവരമില്ലാത്ത അച്ഛനമ്മമാരുടെ ഒരു പരാജയം. നിങ്ങളുടെയൊക്കെ വിജയവും സ്നേഹത്തിന്റെ മൂർച്ചയുള്ള വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിക്കളയും. നിങ്ങൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ഞാനും ഒരു ചെറു വിരൽ പോലും അനക്കാനാവാതെ. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ ഞാൻ റെഡിയായിരുന്നു. പക്ഷെ ഹിമ പറഞ്ഞത് എനിക്കായിട്ടൊരു വിശദീകരണം വേണ്ട. ഞാൻ തോറ്റിരിക്കുന്നു. അല്ലെങ്കിൽ എന്നെ വീണ്ടും തോൽപ്പിച്ചെന്ന് കരുതി
സമാധാനത്തോടെ പോയിക്കൊള്ളുക. പോകുന്നതിന് മുമ്പ് സമ്മതമാണെങ്കിൽ മാത്രം നിന്റെ കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തോട്ട്. മരിക്കും മുമ്പ് ഒരു മുത്തച്ഛനാവാനുള്ള കൊതി കൊണ്ടാ മക്കളെ. വാടാ. പേടിക്കണ്ട മക്കളെ, തോൽക്കാനല്ലാതെ തോൽപ്പിക്കാൻ അറിയില്ല മുത്തച്ഛന്. എന്താ ബാവയുടെ പേര്? രൂപ. നല്ല പേരാ. നിനക്ക് ആദ്യമായി പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അതിന് അംബിക. നിന്റെ അമ്മയുടെ പേരിടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും തകർന്ന് തരിപ്പണമാകുന്നിടത്ത് ഒരു പേരിലെന്ത് കാര്യമല്ലേ? രൂപ നല്ല പേരാ. നിങ്ങളുടെ സങ്കല്പങ്ങൾക്കിണങ്ങുന്ന പേര്. ഇവൾ മെടുക്കിയായിട്ട് വളരും. മക്കളെ, നീ വളർന്നു വലുതാകുമ്പോൾ നിന്റെ അമ്മ അവരുടെ മാതാപിതാക്കളോട് കാണിച്ച ചതി നീ നിന്റെ അച്ഛനമ്മമാരോട് കാണിക്കരുത് കേട്ടോ. നല്ലതേ വരൂ, നല്ലതേ വരൂ. അച്ഛൻ, ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ട്. അതിന്റെ മൂലധനം അച്ഛൻ്റെതായതുകൊണ്ട് തന്നെ അച്ഛനും കൂടി അവകാശപ്പെട്ടതാ. അച്ഛൻ ഞങ്ങളോടൊപ്പം വരണം, കൂടെ താമസിക്കണം. അച്ഛനെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ പോകാനാ? അച്ഛൻ ഞങ്ങളുടെ വരണം. എന്റെ രൂപമോൾക്ക് അവിടെ മുത്തശ്ശനെ വേണം. അതിപ്പോ തോന്നേണ്ട ഒന്നല്ല. പെരുവഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ മാത്രം കൂടെ കൂട്ടാൻ തോന്നേണ്ട ഒന്നല്ല. അച്ഛനും മുത്തച്ഛനും ബന്ധങ്ങളും. ഒരിക്കലും ശപിക്കില്ല. കൂടെ വന്നില്ലെങ്കിൽ പ്രാർത്ഥനയുണ്ടാകും. കാരണം ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ലല്ലോ മക്കൾ. പൊക്കോ, അടുത്ത് വരുന്ന വണ്ടിയിൽ ഞാനും പോകും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനില്ലല്ലോ, അതിനെയും വേണ്ട. പൊക്കോ, പൊക്കോളാം. ഒരുപക്ഷെ അവരെന്നെ ഇനിയും നിർബന്ധിച്ചിരുന്നെങ്കിൽ ഞാൻ അവരോടൊപ്പം പോയേനെ. എന്തോ അവര് നിർബന്ധിച്ചില്ലേടി. ആത്മോദകമേകാൻ ഇനി മിഴിനീർ മാത്രം.